പ്രാർത്ഥിച്ചു തുടങ്ങാം. സർവ്വസ്നാനികളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് നേടുന്ന ആഹാരം ഞങ്ങളുടേതാകുന്നു. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്നേഹപിതാവായ ഞങ്ങളെല്ലാവരും അങ്ങ് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ നിന്റെ വലിയ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നീ നിന്റെ വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. സ്വർഗത്തിന്റെ വലിയ ആകാശമായ പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ, ഞങ്ങൾക്ക് തന്ന തമ്പുരാനെ എന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. തമ്പുരാനെ, നിന്റെ വലിയ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. വിശുദ്ധ കുർബാന എന്താണെന്ന് തിരിച്ചറിയാനുള്ള യോഗ്യത പോലും തമ്പുരാനെ ഞങ്ങൾക്കില്ല. എങ്കിലും നീ ഞങ്ങൾക്ക് ഇത് തന്നു. ഞങ്ങളുടെ ബുദ്ധിഹീനതയും ശിശുത്വവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നീ തന്നത്. തമ്പുരാനെ, പൂർണ്ണമായി അടിയറവ് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധ കുർബാന സത്യമായും ജീവനുള്ള കർത്താവാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുവാനുള്ള കൃപയും അനുഗ്രഹവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഏറ്റവും എളിമയോടുകൂടി ആയിരിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, കർത്താവ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന. കൂടെ നടന്നവർക്കൊക്കെ കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തെങ്കിലും പലർക്കും അത് മനസ്സിലായില്ല. വലിയ ജനക്കൂട്ടം കർത്താവിനെ ഉപേക്ഷിച്ചു പോവുകയാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ സംഭവിച്ച കാര്യം. തമ്പുരാനെ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് കർത്താവ് വാണിങ്ങോടുകൂടി പറയുന്നൊരു കാര്യമാണിത്. അത് തമ്പുരാനെ, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ കഴിവുകളും എല്ലാം ഞങ്ങൾ അടിയറവ് വയ്ക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾക്ക് ശിശു എന്ന പോലെ ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും മൊബൈൽ തൽക്കാലം ഇത് നമ്മുടെ ഇതൊക്കെ ഒന്ന് ഓഫാക്കി വെക്കാം. മൈക്കൊക്കെ ഒന്ന് ഓഫാക്കി വെക്കാം. മൈക്കൊക്കെ ഒന്ന് ഓഫാക്കി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റിയാക്ഷൻസ് ഇടാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നമുക്ക് ഉണ്ടാവും. അച്ഛൻ ചോദിക്കുമ്പോൾ മാത്രമേ റിയാക്ഷൻ ഇടാവുള്ളൂ, അല്ലാത്ത സമയത്ത് ഇടരുത് എന്നും കൂടെ പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാനിന്ന് പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞതുപോലെ ഏറ്റവും എളിമയോടുകൂടെ നിൽക്കുന്നവർക്ക് മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയാം. നമുക്കറിയാം ആരോടാണ് കർത്താവ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച്, വിശുദ്ധ കുർബാന എന്നല്ല, പരിശുദ്ധ കുർബാനയെ കുറിച്ചെന്നാണ് നമ്മൾ പറയേണ്ടത്. പരിശുദ്ധ കുർബാനയെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. ഈ 6-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന ജനതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് വചനം കേൾക്കാനായിട്ട് ദാഹിച്ചിരിക്കുന്ന ഒരു ജനതയോടാണ് കർത്താവ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ജനം ഏത് തരത്തിലുള്ള ജനമാണെന്ന് പറയുന്ന ഒരു കാര്യം ഇതിനു മുമ്പ് നടക്കുന്നുണ്ട്. അതായത് അതിന് തൊട്ട് മുമ്പത്തെ ഭാഗം എന്ന് പറയുന്നത് കർത്താവ് 5 അപ്പം 5000 പേർക്കായിട്ട് വിഭജിച്ചു കൊടുക്കുന്ന സംഭവമാണ്. അപ്പൊ ഈ 5 അപ്പം 5000 പേർക്കായിട്ട് വിഭജിച്ചു കൊടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിപ്പിക്കുന്ന അങ്ങനല്ല. ഈശോ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്.
നടക്കുന്ന വഴിയിൽ ഓരോന്ന് കാണുന്നു, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഉപമയിലൂടെ സംസാരിക്കുന്നു, വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, അങ്ങനെ 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 അങ്ങ് പോവാണ്. അപ്പൊ ഈ ജനതയുടെ പ്രത്യേകത നിങ്ങൾ ഓർക്കണം. കർത്താവ് നടന്ന് 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 ഒരു വിജന സ്ഥലത്തെത്തി എന്ന് പറഞ്ഞാൽ ഈ കർത്താവിന് പുറകെ നടക്കുന്ന ആരുടെയും ഏരിയയിലല്ല, വേറൊരു വിജന സ്ഥലത്തെത്തി എന്ന് പറഞ്ഞാൽ ഇവര് കർത്താവിന്റെ പുറകെ അങ്ങ് നടക്കുകയാണ്, പുറകെ 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 നടക്കുകയാണ്. അപ്പൊ ഈ ജനം വൈകുന്നേരമായപ്പോൾ ഒരു വിജന സ്ഥലത്തെത്തി. അപ്പൊ സ്ലീഹന്മാര് കർത്താവിനെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവെ നമ്മളൊരു വിജന സ്ഥലത്താണ്, ഈ ആളുകളൊന്നും പിരിഞ്ഞു പോകുന്നില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അപ്പൊ അതുകൊണ്ട് അവരെ പറഞ്ഞു വിട് എന്ന് പറയുകയാണ്. അപ്പൊ കർത്താവ് അവരോട് പറയും, നിങ്ങൾ അവരെ ഇരുത്തി നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് കർത്താവ് 5 അപ്പം 5000 പേർക്കായിട്ട് വീതിച്ചിടും. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ കർത്താവിന്റെ വചനം കേട്ടിട്ട് കൊതി തീരാതെ വൈകുന്നേരമായിട്ട് വിശപ്പവും ദാഹവും ഒന്നുമില്ല, വീട്ടിൽ പോകണമെന്നില്ല, അങ്ങനത്തെ ഒരു ജനത. ആ ജനതയ്ക്കാണ് കർത്താവ് 5 അപ്പം 5000 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നത്. ഈ 5000 പുരുഷന്മാർക്ക് എന്നാ പറയുക. അപ്പൊ എന്നെ വന്നാലും അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളും ഉണ്ടാവും. അപ്പൊ ആ ജനതയാണ്. എന്നിട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ഈ ജനം ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഈശോയെ വിട്ടു പോകുന്നില്ല. രാത്രി വീണ്ടും ഈശോയുടെ വചനം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ഈശോ ഇവര് വിട്ടു പോകുന്നില്ല എന്ന് കണ്ടപ്പോ കർത്താവ് എന്നാ എടുക്കുമെന്നറിയോ? കർത്താവ് സ്ലീഹന്മാരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ അക്കരയ്ക്ക് പൊക്കോ, ഞാൻ പുറകെ അങ്ങ് വന്നേക്കാം. കാരണം ഇവര് കർത്താവ് പോയാൽ ഇവര് പുറകെ വരും. അപ്പൊ അതുകൊണ്ട് ഇവരെ ഒഴിവാക്കാൻ വേണ്ടി സ്ലീഹന്മാരോട് കർത്താവ് പറയും, നിങ്ങൾ പൊക്കോ. അപ്പൊ പാതിരാത്രി ആയപ്പോ കർത്താവ് എല്ലാവരും ഒന്ന് ഉറങ്ങിയ ലക്ഷണം കണ്ടപ്പോ കർത്താവ് വെള്ളത്തിന്റെ മീതെ കൂടെ അക്കരയ്ക്ക് പോയി. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കൊതി തീരാതിരിക്കുന്ന ജനതാണ്. എന്നിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഈശോയെ അന്വേഷിച്ചിട്ട് കാണാതെ വന്നപ്പോ ഇവരുടെ അടുത്തറിയാം, ഇവര് വള്ളങ്ങൾ പിടിച്ച് അക്കരയ്ക്ക് പോയി, ഈശോയുടെ വചനം കേൾക്കാൻ വേണ്ടി അക്കരയ്ക്ക് പോയി. ആ ജനത്തോടാണ് ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വചനം കേട്ടിട്ടും 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 മതിയാകാതെ വള്ളവും പിടിച്ച് അക്കരയ്ക്ക് ചെന്ന ജനത്തോടാണ് ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത്. പക്ഷെ വിശുദ്ധ കുർബാനയെ കുറിച്ച് നീണ്ട പഠിപ്പിക്കൽ കഴിഞ്ഞപ്പോ ഈ ജനത്തിന് ഉണ്ടായ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? ഇതിന്റെ റിസൾട്ട് എന്നാണെന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്, അവരിൽ ഏറെ പേർ അവന്റെ ശിഷ്യന്മാരിൽ വളരെയേറെ പേർ അവനെ വിട്ടുപോയി, പിന്നീട് ഒരിക്കലും അവർ അവന്റെ കൂടെ നടന്നില്ല. ഇതാണ് റിസൾട്ട്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചു, ബാക്കിയൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ അവർ ഭൂരിഭാഗം പേരും അവനെ വിട്ടേച്ച് ഒരു പോക്കങ്ങ് പോയി. അവർ പിന്നീട് ഒരിക്കലും ഈശോയെ അനുഗമിച്ചില്ല. ഇതാണ് റിസൾട്ട് വന്നത്. അപ്പൊ സ്ലീഹന്മാർ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ അവരെല്ലാം പോകുന്ന പോക്ക് കണ്ടോ, എല്ലാരും പോവുക. നിങ്ങൾ ഓർത്ത് നോക്കിയോ, 10,000 പേര് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒറ്റയടിക്ക് അങ്ങ് പിരിഞ്ഞു പോവാണ്, ഉപേക്ഷിച്ച് പോവാണ്. എന്തൊരു വലിയ ആഘാതമായിരിക്കും അത്. അപ്പൊ സ്ലീഹന്മാര് കർത്താവിന്റെ അടുത്ത് എന്ന് പറയാണ്, കർത്താവെ നീ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് പറ, ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് എല്ലാവരും പോവാണ്. അപ്പൊ കർത്താവ് അവരോട് പറയുന്നത് എന്നാണെന്നറിയാവോ? നിങ്ങൾക്കും പോണോ? പൊക്കോ. അതാണ് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സത്യമായും ജീവനുള്ള കർത്താവാണെന്ന് മനസ്സിലാക്കാതെ എന്റെ പുറകെ നടന്നിട്ട് ഒരു ഗുണവുമില്ല. നിങ്ങൾക്ക് പോണോ? പൊക്കോ. അതിന് കാരണം എന്നറിയാവോ? അതിന് കാരണം ഈശോ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് പറയാണ്, ഈ അപ്പം, ഈ ഒരു കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. കർത്താവ് എന്തിനാണ് വിശുദ്ധ കുർബാന അപ്പമാക്കി മാറ്റിയത് എന്ന് പറഞ്ഞാൽ, ഈശോയ്ക്ക് പല രൂപത്തിൽ വരാമായിരുന്നു. മനുഷ്യനായിട്ട് വരാം, അല്ലെങ്കിൽ മൃഗമായിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലമായിട്ട് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാമായിരുന്നു. പക്ഷെ ഈശോ എന്തിനാണ് അപ്പമായിട്ട് മാറിയത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6:50. അതിങ്ങനെയായിട്ട്, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. എന്തിനാണ്? അപ്പമാണെങ്കിലേ മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈശോ അപ്പത്തിന്റെ രൂപത്തിലേക്ക് ആയത്. ഇനിയും അത് എന്തിനാണെന്ന് പറയുകയാണ്. യോഹന്നാൻ 6:51, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:53 നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ എന്തിനാണ് അപ്പമായതെന്ന് ചോദിച്ചാൽ, മനുഷ്യരൂപത്തിലേക്ക് മാറിയ ഈശോ വീണ്ടും അപ്പമായിട്ട് എന്തിനാ മാറിയെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പമായാലേ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി ഭക്ഷിക്കുന്നതുകൊണ്ട് ഗുണം എന്നാണ്? ഇത് ഭക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിരുന്നുവെങ്കിൽ നമ്മൾ പറയാമായിരുന്നു, വേറെയും വഴി നിത്യജീവനുണ്ട്, സ്വർഗത്തിൽ പോകാൻ വേറെയും വഴിയുണ്ടെന്ന് പറയാമായിരുന്നു. പക്ഷെ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ പോകാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല.
വിശുദ്ധ കുർബാന ഭക്ഷിക്കാതെ, നമ്മൾ ശ്രദ്ധിക്കുക, വിശുദ്ധ കുർബാന കാണുക അല്ലെങ്കിൽ ആരാധിക്കുക അതല്ല. വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നില്ലെങ്കിൽ, അത് വളരെ കൃത്യമായിട്ട് പറയുക, 24 മണിക്കൂറും വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ആരാധന നടത്തിയാലും സ്വർഗത്തിൽ പോകുകയല്ല. നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും, ഈശോയെ നേരിട്ട് കണ്ട് ആരാധിക്കാൻ പറ്റുന്ന അവസരമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഇത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാന ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തന്നത്. ഭക്ഷിക്കുന്നെങ്കിൽ അവന് നിത്യജീവനുണ്ട്, ഭക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ നിത്യജീവൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഇത് ഈശോ വന്നത് നിത്യജീവൻ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ വേറൊരു മാർഗമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ വിശുദ്ധ കുർബാന സത്യമായും ജീവനുള്ള കർത്താവാണെന്ന് മനസ്സിലാകാതെ പോയവരെ തിരിച്ചു വിളിക്കാഞ്ഞത്. സ്ത്രീഹന്മാരോട് പറയുന്നത്, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ പുറകെ വന്നിട്ട് കാര്യമില്ല എന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് പ്രാധാന്യത്തോടെ നമ്മൾ വിശുദ്ധ കുർബാനയെ കാണേണ്ട ഒന്നാണെന്ന് നമ്മൾ ഓർക്കണം. ഇനിയും ഇത് സത്യമായും ജീവനുള്ള കർത്താവാണെന്ന് നമ്മൾ വിശ്വസിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് കർത്താവ് ഇത് ശാസ്ത്ര സത്യം പോലെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. എന്ന് പറഞ്ഞാൽ ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ടതില്ലാതെ ഇതൊരു വിശ്വാസമാണ്, അത് തെളിയിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ മാറിപ്പോകേണ്ട കാര്യമില്ലാത്ത രീതിയിൽ കർത്താവ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ വെളിപ്പെടുത്തി തന്നത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പോലും അന്താളിച്ച് നിൽക്കുന്ന രീതിയിൽ കർത്താവ് ഇത് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ നമ്മുടെ യുഗരിസ്റ്റിക് മിറക്കിൾസ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദിവികാരൻ അത്ഭുതങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ ഒരു സെഷൻ നിന്നോട്ടെ. നമ്മുടെ ഗൂഗിള് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ, അതാണല്ലോ നമ്മുടെ വിജ്ഞാന കോശം എന്ന് പറയുക. അപ്പൊ നമ്മൾ അവിടെ ചുമ്മാ അടിച്ചു കൊടുക്കുക. അതായത് ദിവികാരൻ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ യുഗരിസ്റ്റിക് മിറക്കിൾസ് എന്ന് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ അവിടെ കുറെ റിസൾട്ടുകൾ വരും. അതായത് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുള്ള ദിവികാരന്റെ അത്ഭുതങ്ങളുടെ നീണ്ട ലിസ്റ്റ് വരും. പലതരത്തിലുള്ള ദിവികാരന്റെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ കളർ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ രക്തം അതിലൂടെ വന്നിട്ടുണ്ട്, അങ്ങനെ പലതുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ദിവികാരന്റെ അത്ഭുതം എന്ന് പറയുന്നത് ഈ മാംസ കഷ്ണമാവുകയും ബ്ലഡ് ആയിട്ട് മാറുകയും ചെയ്തത്. അത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണാതെ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ കാണപ്പെടുന്ന രീതിയിൽ തന്നെ ഇത് മാംസകഷ്ണവും ബ്ലഡുമായിട്ട് മാറിയിട്ടുള്ള സംഭവങ്ങൾ നിരവധിയുണ്ട്. നമ്മുടെ അടുത്ത കാലത്ത് വിശുദ്ധനായ ഒരാളുണ്ട്, കാർലോക്കീറ്റസ്, അല്ലെ? കാർലോക്കീറ്റസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏതാണ്ട് 150ഓളം ദിവികാരന്റെ അത്ഭുതങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടുകൾ, ശാസ്ത്രം പറയുന്ന റിസൾട്ടുകൾ എടുത്തു വെച്ച് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സഭ പറയുന്നതല്ല, ശാസ്ത്രം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ടെസ്റ്റ് റിസൾട്ടുകൾ എന്താണ് എന്നതിന്റെ സർട്ടിഫിക്കറ്റുകൾ സഹിതം എടുത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് കാർലോക്കീറ്റസ് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് ആർക്കും അവൈലബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് ശാസ്ത്രീയമായിട്ട് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചുമ്മാ ഗൂഗിളിന്റെ അകത്തൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിനകത്തൊക്കെ ദിവികാരൻ അത്ഭുതങ്ങൾ എന്ന് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ യുഗറിസ്റ്റിക് മിറക്കിൾസ് എന്ന് അടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇതിന്റെ അകത്ത് വരും. അപ്പൊ അതിനകത്ത് നമ്മൾ മിക്കവാറും കാണാൻ പോകുന്നത് മിക്കവാറും ലാൻസിയാനോ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ദിവികാരൻ അത്ഭുതമാണ്. അത് അതിന്റെ പ്രത്യേകതയാണ്. അതായത് നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയാവോ? ഇപ്പൊ ഒരു ദിവികാരൻ അത്ഭുതം നടന്നു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ഒരു ആരാധന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ അപ്പം മാംസകഷ്ണവും ബ്ലഡുമായിട്ട് മാറി എന്ന് വിചാരിക്കുക. അപ്പൊ ഉടനെ ഈ ദിവികാരൻ അത്ഭുതം നടന്ന് എല്ലാവരും ഓടിവാ, അങ്ങനൊന്നുമില്ല. കൃത്യമായ നിയമം എന്നാണെന്നറിയാവോ? അപ്പൊ തന്നെ ആ ദൈവാലയം അടച്ചുപൂട്ടും, വിശ്വാസികളെ എല്ലാവരെയും പുറത്താക്കും. അത് കഴിഞ്ഞിട്ട് രൂപതയിൽ നിന്ന് വൈദികര് വന്ന് ഇത് എടുത്തുകൊണ്ട് പോകും, ഈ ദിവികാരനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇത് രൂപതാ കേന്ദ്രത്തിൽ ഒരിടത്ത് സൂക്ഷിച്ചു വെക്കും. ഇത് കുറെ കാലം കഴിഞ്ഞിട്ടും ഇതിൽ മാറ്റങ്ങളൊന്നും, രാസപരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇത് ടെസ്റ്റിന് കൊടുക്കുമ്പോൾ ഇത് ഹാർട്ടിന്റെ ഭാഗമാണെന്ന് തെളിഞ്ഞാൽ, വേറെ ഏത് ഭാഗമാണെങ്കിലും കാര്യമില്ല, ഹാർട്ടിന്റെ ഭാഗമാണെന്ന് തെളിഞ്ഞാൽ അത് വീണ്ടും സൂക്ഷിച്ചിട്ട് വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും അത് ടെസ്റ്റിന് കൊടുക്കും. ആ ടെസ്റ്റിന് കൊടുക്കുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് കാർഡിയോളജി ലാബിലായിരിക്കും അത് കൊടുക്കുക. ലോകത്തിന്റെ അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന കാർഡിയോളജി ലാബിലായിരിക്കും അത് കൊടുക്കുക. അപ്പൊ ആ കാർഡിയോളജി ലാബിൽ കൊടുത്തു കഴിയുമ്പോൾ അതിൽ 5 കാര്യങ്ങൾ ഒരുപോലെയാണെങ്കിലേ അത് ദിവികാരന്റെ അത്ഭുതമാണെന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ. ഈ 5 കാര്യങ്ങൾ എന്താണെന്നറിയോ? ലോകത്തിൽ ആദ്യം മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ ദിവികാരന്റെ അത്ഭുതങ്ങളിലും നടന്നിട്ടുള്ള പ്രത്യേകതയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഹാർട്ട് ടിഷ്യൂ ആണ്, ഹൃദയത്തിന്റെ ഒരു ടിഷ്യൂ ആയിരിക്കും. നമുക്ക് നാക്കോ കയ്യോ തൊലിയോ ഒക്കെ ചെത്തി എടുത്ത് വെക്കാം, പക്ഷെ
ഹൃദയത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ ചെത്തി എടുത്തുകൊണ്ട് വെക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത് ഹാർട്ടിന്റെ ഭാഗമാണ് അന്ന് മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും. രണ്ടാമത്തെ കാര്യം എന്നറിയാവോ, ഇത് ജീവന്റെ അംശമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡില് റെഡ് സെൽസും വൈറ്റ് സെൽസും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ജീവൻ ഉണ്ടാവൂ. അപ്പൊ ഇത് എപ്പോ ടെസ്റ്റ് ചെയ്താലും ഈ രണ്ട് സെൽസിന്റെ സാന്നിധ്യം ഇതിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ ജീവന്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവി എന്നുള്ള കർത്താവിന്റെ ശരീരമാണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിന്റെ ഭാഗമായിരിക്കും. നാലാമത്തെ കാര്യം, ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലും ബ്ലഡിന്റെ ഗ്രൂപ്പ് നോക്കുമ്പോൾ AB ഗ്രൂപ്പാണ് അതിന്റെ ഗ്രൂപ്പ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്നറിയാവോ, ഇതിന് ഒരു DNA ഘടനയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഈ ശരീരത്തിന്റെ ഭാഗം എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു DNA ഘടനയുണ്ട്. അത് മനുഷ്യന്റേതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു DNA ഘടനയാണ്. മനുഷ്യന്റേതുമായിട്ട് സാമ്യമുള്ള ഒരു DNA ഘടനയാണ്. ആ DNA ഘടന നോക്കുമ്പോൾ ആദ്യം മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലും ഒറ്റ DNA ഘടനയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഇന്നും നാളെ കഴിഞ്ഞ് നടക്കുന്ന ഒരാളുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ഓക്കെ. പക്ഷെ ഇത് നൂറ്റാണ്ടുകളുടെ വ്യത്യാസം നടന്നതെല്ലാം ജീവനുള്ള അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റയാളുടെയാണ്. ഈ 5 കാര്യങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുപോലെ കർത്താവ് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇത് ജീവനുള്ള കർത്താവിന്റെ ശരീരമാണ്. നമ്മൾ ഈ ലാൻസിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നപ്പോ അത് കൊണ്ടുപോയി രൂപതയിൽ അത് സൂക്ഷിച്ചു വെച്ചു. വർഷങ്ങളോളം ഇരുന്നു. അതിനുശേഷം ഈ ഒരു കാര്യം ടെസ്റ്റിന് കൊടുത്തപ്പോൾ ഇത് ഹാർട്ട് ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. വീണ്ടും അത് വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം അന്നത്തെ ഏറ്റവും ബെസ്റ്റ് കാർഡിയോളജി ശാസ്ത്രജ്ഞന്റെ കയ്യിലാണ് ഇത് കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇതെന്താണെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഭയത്തോടുകൂടെ പുറത്തു വന്ന് ഇവരോട് ചോദിച്ചു, എന്താണെന്നറിയാവോ, നിങ്ങൾ എങ്ങനെയാണ് അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിന്റെ ടിഷ്യൂ എനിക്ക് മുറിച്ചോണ്ട് തന്നത്? എന്നെങ്കിലും വേദന അനുഭവിച്ച ഒരാളല്ല, അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിന്റെ ഭാഗം നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് മുറിച്ചോണ്ട് തന്നത്? ഇതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന, നമ്മൾ നാവിൽ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന, അത് എന്നോ ഒരു കാര്യം സംഭവിച്ചതിന്റെ ഓർമ്മയായിരുന്നൊന്നുമല്ല. അത് റിയൽ ആയിട്ട് ഈശോ ശരീരമായി, മാംസമായി, അല്ലെങ്കിൽ മനുഷ്യനായി ലോകത്തിൽ ജീവിച്ച അതേ തമ്പുരാൻ കർത്താവ് അപ്പമായിട്ട് നമ്മൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി ആയിത്തീർന്നതാണ്. എന്തിനാണ് അപ്പമായി തീർന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നിനും വേണ്ടല്ല. ഇതിനെ ഭക്ഷിക്കണം, ഭക്ഷിച്ചെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റുള്ളൂ, നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ. ഇത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാതെ നമ്മളൊരു ക്രിസ്ത്യാനി ആവുകയില്ല. വിശുദ്ധ കുർബാന ഭക്ഷിക്കാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. ഇത് ഈശോ കൃത്യമായിട്ട് പറയുന്നതാണ്, വേറെ ആരും പഠിപ്പിക്കുന്നതല്ല. ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ കുർബാന അല്ലാതെ മറ്റെന്തെല്ലാം തലകുത്തി പറഞ്ഞാലും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും വിശുദ്ധ കുർബാന ഭക്ഷിക്കാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാവോ, എല്ലാ കൂദാശകളും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കൂദാശകളും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. മാമോദീസ സ്വീകരിച്ചാലേ നമ്മൾ സ്വർഗത്തിന്റെ അവകാശിയാവുള്ളൂ. സ്വർഗത്തിന്റെ അവകാശിയായാലേ സ്വർഗത്തിന്റെ ഭക്ഷണം നമുക്ക് ഭക്ഷിക്കാൻ അനുവാദം കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. തൈലാഭിഷേകം നമ്മൾ പറഞ്ഞു സ്വർഗത്തിന്റെ മുദ്ര കുത്തലാണ്. ആ മുദ്ര കുത്താതെ നമുക്ക് സ്വർഗത്തിന്റെ അവകാശം കിട്ടില്ല. അതുകൊണ്ടാണ് ഇനി പാപത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അത് നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമാവുള്ളൂ. പാപത്തോടുകൂടെ കുർബാന സ്വീകരിക്കാതിരിക്കാനാണ് നമ്മൾ കുമ്പസാരം സ്വീകരിക്കുന്നത്. ഇനിയും പൗരോഹിത്യം എന്തിനാണ്? കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിവാഹം, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പാപാവസ്ഥയിൽ അല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം എന്ന കുദാശ. അങ്ങനെ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. രോഗിലേപനത്തിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ വിശുദ്ധീകരിച്ചിട്ട് കുർബാന കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കൂദാശകളും കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ കൂദാശകളും യോഗ്യതയോടെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ കുർബാന സത്യമായും ജീവനുള്ള കർത്താവാണ്. ഒരു അപ്പമാണ്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കകത്ത് ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്നല്ല. വിശുദ്ധ കുർബാനയ്ക്കകത്ത് ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്നല്ല. വിശുദ്ധ കുർബാന ഈശോയാണ്. ആ അപ്പം
ഈശോയാണ്, ജീവിച്ചിരിക്കുന്ന കർത്താവാണ്, ജീവനോടുകൂടെ നമ്മളുടെ കൂടെയുള്ള കർത്താവാണ്. ആ വിശ്വാസമില്ലാതെ അതൊരു വിശ്വാസ സത്യമാണെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഈശോയുടെ സാന്നിധ്യമുള്ള നമുക്കറിയാലോ, ഈ നമ്മളൊരു ഒരു സാധനം വെഞ്ചരിച്ചാൽ അതിൽ ദൈവിക സാന്നിധ്യമുണ്ട്. അതുപോലല്ല, ഒരു സാധനം വെഞ്ചരിച്ചാൽ അതിൽ ദൈവിക സാന്നിധ്യം ഉള്ളതുപോലെ അല്ല വിശുദ്ധ കുർബാന. സത്യമായി ഈശോ തന്നെയാണ്, അതിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്നല്ല, അത് ഈശോ തന്നെയാണ്. ആ വിശ്വാസം ഇല്ലാതെ നമ്മൾ വേറെ എന്തെല്ലാം തലകുത്തി പറഞ്ഞാലും കാര്യമില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇത് സത്താപരമായിട്ടുള്ള മാറ്റമാണ് സംഭവിക്കുക. സത്താപരമായ മാറ്റം, അതെന്താണ് ഈ സത്താപരമായിട്ടുള്ള മാറ്റം? അത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു, അല്ലെ? അതായത് ഇതിൻ്റെ അകത്ത് ഒരു കളർ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു മാറ്റം വന്നെന്ന് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ അങ്ങനല്ല, ഇതിനകത്ത് പുറമേ ഒന്നുമില്ലാതെ ഉള്ളിലാണ് മാറ്റം വരുന്നത്, സത്താപരമായിട്ടാണ് മാറ്റം വരുന്നത് എന്നതാണ് സഭ പഠിപ്പിക്കുന്നത്. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. അങ്ങനെ സത്താപരമായിട്ട് മാറ്റം വരുമോ എന്നതിനൊരു കുഞ്ഞു ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ വീട്ടില് ഈ ഹന്നാമ്പള്ളം ഇരിപ്പുണ്ട്, ഹന്നാമ്പള്ളം അല്ലെ? ചിലപ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ള ഹന്നാമ്പള്ളം ഇരിപ്പുണ്ട്. പണ്ട് വേളാങ്കണ്ണിക്ക് പോയ സമയത്ത് അവിടുന്ന് മേടിച്ചോണ്ട് വന്ന മറ്റേ മാതാവിന്റെ കുപ്പിക്കകത്ത് മേടിച്ചോണ്ട് വന്ന ഹന്നാമ്പള്ളം ഉൾപ്പെടെ ഇരിപ്പുണ്ടാവും. മിക്കവാറും വീട്ടിൽ കഴിഞ്ഞ ദുഃഖ ശനിയാഴ്ച വെഞ്ചരിച്ച് കിട്ടിയ ഹന്നാമ്പള്ളം ഇരിപ്പുണ്ടാവും. നമ്മൾ ഒരു കുപ്പി വെള്ളം ഒരിടത്ത് വെക്കണം, ഒരു കുപ്പി വെള്ളം എടുത്ത് വെക്കണം. അതൊരു 2-3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം, അത് മുഴുവൻ പായൽ പിടിച്ചിരിക്കും, മൊത്തം പായൽ പിടിച്ചിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ഹന്നാമ്പള്ളം പാല് പിടിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അതിന്റെ സ്ട്രക്ചർ പോലും മാറിപ്പോകും. നിങ്ങൾ ഓർക്കണം, ഒരു കുഞ്ഞു പ്രാർത്ഥന, 1 മിനിറ്റ് പോലും വേണ്ടാത്ത ഒരു പ്രാർത്ഥനയാണ്. ഒരച്ഛന്റെ കയ്യിലേക്ക് നിങ്ങൾ കുടിക്കുന്ന അതേ വെള്ളം എടുത്തു വെച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. അച്ഛൻ ഒരു കുഞ്ഞു പ്രാർത്ഥനയിൽ അങ്ങോട്ട് ആശീർവദിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരും. അത് എത്ര കാലം ഇരുന്നാലും പായൽ പോലും പിടിക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത. എത്ര കാലം ഇരുന്നാലും പായൽ പോലും പിടിക്കാതെ അത് മാറി. അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ഹന്നാമ്പള്ളം നമ്മളെടുത്ത് നമ്മുടെ പൂർവികരൊക്കെ ഈ ഹന്നാമ്പള്ളം എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ ഉടനെ ഈ ഹന്നാമ്പള്ളം എടുത്ത് തളിക്കുമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഹന്നാമ്പള്ളം ഒഴിച്ചുണ്ടാക്കുമായിരുന്നു. അതിന്റെ ഇഫക്റ്റ് നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാല് പിശാചിന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ചാൽ എത്രമാത്രം വേദന ഉണ്ടാകുമോ അത്രയ്ക്ക് വേദന ഉണ്ടാകും. ഈ വെള്ളത്തിന് പുറമെ ഒരു മാറ്റവും ഇല്ല, ഇതിന് ടേസ്റ്റ് വ്യത്യാസമില്ല, ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. പക്ഷെ ഇതിന് സത്താപരമായിട്ടുള്ള മാറ്റം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഇതിനെ ഇത്രയും സ്ട്രക്ചർ പോലും മാറ്റാൻ പറ്റുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സത്യമായും സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന അതേ കർത്താവ് തന്നെയാണ്. അതേ കർത്താവാണ് നമ്മുടെ നാവിൽ വരുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഓർത്തിരിക്കേണ്ട ഇതാണ്, നമ്മള് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മാത്രം മതി സ്വർഗത്തിൽ പോകാൻ. അതേ സമയത്ത് നമ്മൾ ഓർക്കണം, വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചാൽ മതി നമ്മൾ നരകത്തിൽ പോകാൻ. ഒരേ സമയത്ത് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നതും നരകത്തിൽ എത്തിക്കാനും വിശുദ്ധ കുർബാനയ്ക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ യോഗ്യതയോടെ നീ കുർബാന സ്വീകരിച്ചാൽ മാത്രം മതി സ്വർഗത്തിൽ പോകാൻ. അയോഗ്യതയോടെ നീ കുർബാന സ്വീകരിച്ചാൽ അത് നിന്റെ ശിക്ഷാവിധിക്കേ കാരണമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വിശുദ്ധ കുർബാന സത്യമായും ജീവനുള്ള കർത്താവാണ്. നീ സ്വീകരിക്കുന്ന കർത്താവ് സത്യമായും ജീവനുള്ള കർത്താവാണ്. നമ്മൾ ശരീരത്തോടുകൂടി മനുഷ്യനായിട്ട് വന്ന് ഈ ലോകത്തിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന കർത്താവാണ്. അപ്പത്തിന്റെ രൂപത്തിൽ നിനക്ക് ഭക്ഷിക്കാൻ പറ്റാൻ വേണ്ടി അപ്പത്തിന്റെ രൂപത്തിൽ ആയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മലങ്കര ക്രമത്തിലൊക്കെ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് വരുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന കാര്യം ഇതാണ്, കർത്താവിന്റെ തീക്കട്ട എന്നാണ് പറയുന്നത്. കർത്താവിന്റെ തീക്കട്ട അത് നമ്മൾ യോഗ്യതയോടുകൂടിയാണെങ്കിൽ നമ്മുടെ പാപാവസ്ഥകളെ മുഴുവൻ ഉരുക്കി നമ്മളെ വിശുദ്ധീകരിക്കും. നാവിലേക്ക് നമ്മുടെ യെശയ്യാ പ്രവാചകനെ നാവിലേക്ക് എടുത്തു വെച്ച അവനെ വിശുദ്ധീകരിച്ച തീക്കട്ടയാണ്. അതേ സമയത്ത് നീ പാപത്തോടുകൂടിയാണ്, അശുദ്ധിയിലാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, അത് നിന്നെ തന്നെ ഉരുക്കിക്കളയും, നിന്നെ തന്നെ നരകത്തിന് തുല്യമാക്കി മാറ്റിക്കളയും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ കുർബാന എപ്പോഴും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അപ്പമായി ഈ ലോകത്തിലേക്ക് വന്നത്. എപ്പോഴും സ്വീകരിക്കണം. എത്രമാത്രം നമ്മൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈശോ എനിക്ക് വേണ്ടി എന്റെ ദൈവാലയത്തിൽ എല്ലാ ദിവസവും ഈശോ ഇങ്ങോട്ട് വരികയാണ്. നിന്റെ ഉള്ളിൽ വരാൻ വേണ്ടി ഈശോ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ തിരക്കുകൾ പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരു അവഹേളനമാണ്. എത്ര പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് ഓടി അണയാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കണം.
ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അയോഗ്യനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം എന്താണ്? അയോഗ്യതയുണ്ടെങ്കിൽ കുമ്പസാരിച്ച് യോഗ്യത നേടാൻ കർത്താവ് നമുക്ക് അവസരം തന്നിട്ടുണ്ട്. അപ്പൊ അതൊരു എക്സ്ക്യൂസ് അല്ല. ഞാൻ അയോഗ്യനാണ്, അതുകൊണ്ട് വെറുതെ വെറുതെ അപകടം വരുത്തി വയ്ക്കണ്ട, ഞാൻ കുർബാന വല്ലപ്പോഴും സ്വീകരിച്ചോളാം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാവുന്ന കുദാശയായി കുമ്പസാരം കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. നമുക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം കുർബാന സ്വീകരിക്കാൻ പറ്റും? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന്റെ കാര്യം നമ്മൾ പറയുന്നത്, കുർബാന അർപ്പണം പൂർത്തിയാകുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോടെയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ കുർബാന അർപ്പണം പൂർത്തിയാകുന്നില്ല. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു കുർബാന അർപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇനി നമ്മൾ ഒരു കുർബാന അർപ്പിച്ചു, രണ്ടാമത്തെ ഒരു കുർബാനയും കൂടെ നമ്മൾ കൂടേണ്ടി വന്നു. ഇപ്പൊ ഒരു കല്യാണം കൂടെ ഉണ്ട്, നമ്മൾ അതിന് കൂടേണ്ടി വരുമ്പോൾ നമുക്കത് രണ്ടാമതും വിശുദ്ധ കുർബാന സ്വീകരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ 2 പ്രാവശ്യം കുർബാന സ്വീകരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കർത്താവിനെ കിട്ടും എന്ന് വിചാരിക്കരുത്. ഒരേപോലെയാണ് കർത്താവിനെ കിട്ടുന്നത്. അതുകൊണ്ട് ഒരു ദിവസം 2 കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കുർബാന സ്വീകരിച്ചാലും മറ്റേ കുർബാന പൂർണ്ണമാണ്. കാരണം ഈ കുർബാനയിൽ സ്വീകരിച്ച കർത്താവ് നമ്മൾ നിലനിൽക്കുന്നുണ്ട്. ഇനിയും നമ്മൾ ചില ആൾക്കാർക്ക് വിചാരമാണ്, ഒരു 3-4 പ്രാവശ്യം സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കർത്താവിനെ കിട്ടുമല്ലോ. വിശുദ്ധ കുർബാനയുടെ ഒരു കുഞ്ഞ തരിക്കകത്ത് പോലും പൂർണ്ണമായും ഈശോ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണമായ ഈശോയാണ് ഒരു കുഞ്ഞു തരിക്കകത്ത് പോലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ തട്ടം പിടിക്കുന്നത്. ശുശ്രൂഷികളൊക്കെ വളരെ സൂക്ഷിക്കണം. അത് തട്ടം പിടിക്കുമ്പോൾ ഒരു തരി പോലും താഴെ പോവാതെ സൂക്ഷിക്കാനുള്ള കടമ നമ്മുടെ ശുശ്രൂഷികൾക്കുണ്ട്. അത് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അത് അച്ഛൻ കൊണ്ടുപോകുമ്പോൾ ആ തട്ടം അതിന് തൊട്ട് താഴെ തന്നെ കൊണ്ടുപോയി ആ സ്വീകരിക്കുന്ന ആളുടെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണം. ഇങ്ങനെ ഒരു ആക്ഷൻ വേണം. ചിലരിങ്ങനെ എവിടെങ്കിലും ഒക്കെ തട്ടം പിടിച്ചേക്കാണ്, ചുമ്മാ ഒരു ചടങ്ങാണെന്നുള്ള വിചാരത്തിലാണ്. അങ്ങനെയല്ല, അവർ തരിക്കകത്തും വിശുദ്ധ കുർബാന ഈശോ പൂർണ്ണമായിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം കുർബാനയ്ക്ക് കൂടിയാൽ 2 പ്രാവശ്യം സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, സ്വീകരിക്കാം. ഇനി അന്നത്തെ ദിവസം 1 പ്രാവശ്യം മാത്രം സ്വീകരിച്ചാലും രണ്ടാമത്തെ കുർബാനയും അത് പൂർത്തിയാക്കുന്നതാണ്. അത് കുർബാന സ്വീകരിച്ചില്ലെങ്കിലും അത് പൂർത്തീകരണമാണ്. നമ്മൾ രണ്ടാമത്തെ കുർബാന സ്വീകരിക്കുന്നതാണ് നല്ലത്. ഇനിയും 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒന്നും കുർബാന സ്വീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ 2 പ്രാവശ്യം ഒക്കെ സ്വീകരിക്കുന്നതിന് അത് ബുദ്ധിമുട്ടില്ല. ഗുരുതരമായ പാപം അല്ലെങ്കിൽ പൂർണ്ണമായ മനസ്താപത്തോടെ പാപം വിശുദ്ധ കുർബാനക്കിടെ ഏറ്റു പറഞ്ഞ വിശുദ്ധ കുർബാന സ്വീകരിക്കാമോ? കുമ്പസാരിക്കാൻ സാധിച്ചില്ലേ? അതായത് നമ്മൾ ലഘുപാപങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. വിശുദ്ധ കുർബാനയുടെ സമയത്ത് കർത്താവെ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ എന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ഇനി തൊട്ടടുത്ത് എനിക്ക് ലഭിക്കുന്ന അവസരത്തിൽ ഞാൻ കുമ്പസാരിച്ചോളാം എന്ന വാഗ്ദാനത്തോടുകൂടി നമുക്ക് കുർബാന സ്വീകരിക്കാം. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് പാപങ്ങൾ പിന്നീട് ഏറ്റു പറയുകയോ കുമ്പസാരിക്കാതിരിക്കുകയോ ചെയ്യണമെന്നല്ല. നമ്മൾ തൊട്ടടുത്ത് എനിക്കിപ്പോ അവസരം കിട്ടാഞ്ഞിട്ടാണ്, ഞാൻ തൊട്ടടുത്ത് കുമ്പസാരിച്ചോളാം എന്ന വാഗ്ദാനത്തോടുകൂടി നമുക്ക് കുർബാന ചെയ്യാം. പക്ഷെ ഗൗരവമായ പാപം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ഗൗരവമായ പാപം എന്നൊക്കെ പറയുമ്പോ ഇന്നീന്ന പാപങ്ങൾ ഗൗരവം, ഇന്നീന്ന പാപങ്ങൾ ലഘു, അങ്ങനെ അല്ല കേട്ടോ. അതിന്റെ ഇഫക്റ്റ് സാഹചര്യം അനുസരിച്ചാണ് ഓരോ പാപങ്ങളും ലഘുപാപവും ഗൗരവമുള്ള പാപവുമാണ്. ഉദാഹരണം പറഞ്ഞാല്, ഞാനൊരു കള്ളത്തരം പറഞ്ഞു എന്നുള്ളത് ലഘുപാപമാണോ ഗൗരവമുള്ള പാപമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ കള്ളത്തരത്തിന്റെ ഇഫക്റ്റ് ആണ്. ആ കള്ളത്തരത്തിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആരോട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, എന്ത് ഫലം അതുകൊണ്ടുണ്ടായി. ഇപ്പൊ ഞാനൊരു കള്ളത്തരം പറഞ്ഞതിന്റെ പേരില് 2 പേര് അടിച്ചു പിരിഞ്ഞു, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായി, കൊലപാതകം വരെ നടന്നു. ആ കള്ളത്തരം പറഞ്ഞു എന്നുള്ള പാപത്തിന്റെ ഗൗരവം ലഘുവല്ല അവിടെ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഓരോ പാപവും ലഘുവാണോ ഗൗരവമാണോ എന്ന് തീരുമാനിക്കുന്നത് അതിന് പല സാഹചര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. ലഘുപാപങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ അനുതാപത്തോടുകൂടി തൊട്ടടുത്ത എനിക്ക് അവസരം കിട്ടുമ്പോൾ കുമ്പസാരിച്ചോളാം എന്ന വാഗ്ദാനത്തോടു കൂടി നമുക്ക് കുർബാന സ്വീകരിക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ? കാലത്തെ നമ്മള് ഈ വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ട് മാധ്യമങ്ങളിലൂടെ, അതായത് TV യിലൂടെ ഒക്കെ കണ്ടുകൊള്ളാൻ അനുവദിച്ചില്ലേ?
ആ ഇന്നും അങ്ങനെ തന്നെ തുടരുന്ന ആൾക്കാരുണ്ട്. അന്ന് ആ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുപോലെ അതാ തന്നെ പൂജാ മതി വല്ല വന്നു വിചാരിച്ച്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഈ അതൊരു സഭ സാധ്യതയല്ല. ഓക്കെ, അതൊരിക്കലും അതൊരു സാധ്യതയല്ല. അതായത് നമുക്ക് കുർബാന ലഭിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസരത്തിൽ, വളരെ ശ്രദ്ധിക്കണം, യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വൈദികനെ കിട്ടാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കിടന്ന കിടപ്പിൽ കിടപ്പായി പോയി, എനിക്ക് ഒരു കാരണവശാലും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധരായിട്ടുള്ള ആളുകൾക്ക് അവര് കിടന്ന കിടപ്പിൽ കിടന്ന് വളരെ സഹനങ്ങൾ അനുഭവിച്ച സമയത്ത്, കുർബാനയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ ദാഹിച്ച് പ്രാർത്ഥിച്ച സമയത്ത് അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ആത്മീയമായ കുർബാന സ്വീകരണം എന്ന് പറയാനുള്ള സാഹചര്യം. അപ്പൊ അത് വളരെ എക്സ്ട്രീം സാഹചര്യത്തിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അത് വെറുതെ നമ്മൾ ടി വിയിൽ കുർബാന കണ്ട ഉടനെ കിട്ടുന്നതല്ല. എന്റെ ആഗ്രഹത്തെ പ്രതി നമ്മൾ മാമോദിസയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആഗ്രഹത്താലുള്ള മാമോദിസ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആഗ്രഹം എനിക്കുണ്ട്, എനിക്ക് യാതൊരു സാഹചര്യവും കുർബാനയിൽ പോകാനായിട്ടില്ല, റിയൽ ആയിട്ട് കുർബാന സ്വീകരിക്കേണ്ട യാതൊരു സാധ്യതയും ഇല്ല. അങ്ങനത്തെ അവസരത്തിൽ കർത്താവിന്റെ കരുണയാൽ നമുക്ക് കുർബാന ലഭിക്കും. എന്ന് പറഞ്ഞാൽ കുർബാന സ്വീകരണത്തിന്റെ അനുഭവം ലഭിക്കും. ഈശോയെ നമ്മളിലേക്കും നമ്മളെ എടുത്ത് ഈശോയിലേക്കും വെക്കും എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിന്റെ പ്രത്യേകത. അത് എക്സ്ട്രീം സാഹചര്യത്തിൽ മാത്രമാണ്. അതൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പാടില്ല. സഭയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുർബാനകൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്നാണ്? അത് ഈ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്. വീട്ടിൽ നിന്ന് ഒരിക്കലും ഒരു കാരണവശാലും കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആ ഒരു കാര്യം. വിശ്വാസ പ്രമാണ സമയത്ത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ചിലയിടങ്ങളിൽ ചൊല്ലുന്നില്ല. അതെങ്ങനെയാ ചൊല്ലുന്നത്? അതായത് നിഖ്യ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്, അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിലെ ഓരോ വാക്കുകളെ കുറിച്ച് നമ്മളൊരു ക്ലാസ് വരും, ഓരോ സെഷനായിട്ട് വരും. അപ്പൊ പക്ഷെ വിശ്വാസ പ്രമാണം രൂപം കൊണ്ടത് തന്നെ ഓരോ തെറ്റായ പഠിപ്പിക്കലുകൾ ഉണ്ടായപ്പോ അതിനെ എതിർത്തുകൊണ്ട് ഇത് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ള കാര്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒത്തിരി ശീഷ്മകൾ ഉണ്ടായതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഈശോ ദൈവപുത്രൻ അല്ല ദൈവമല്ല എന്നൊരു കൺസെപ്റ്റ് ആ ഒരു രൂപം കൊണ്ട സമയത്താണ് ഇങ്ങനത്തെ ഒരു കാര്യം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായത്. കാരണം ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ്, പിതാവിൽ നിന്ന് ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് കർത്താവ് വചനത്തിലൂടെ പറയുന്നത്. നമ്മൾ പക്ഷെ അതിന് ഹൈഫൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കുർബാന പുസ്തകത്തിനകത്ത് ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. കാരണം അതൊരു കൺഫ്യൂഷന് കാരണമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിന്തിക്കും അപ്പൊ പരിശുദ്ധാത്മാവ് രണ്ടാം കട ഒരു പാർട്ടിയാണ് അല്ലെ? പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും അവിടുന്ന് പുറപ്പെടുന്ന ഒരു സാധനം, അപ്പൊ ഇത് രണ്ടാം കട പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള കാര്യം എന്താണ്? എല്ലാത്തിന്റെയും ഉറവിടം പിതാവ് മാത്രമാണ്. എല്ലാം പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ്. എന്നാൽ അത് പുത്രനിലൂടെയാണ്, പുത്രൻ വഴിയാണ്, എല്ലാത്തിന്റെയും വഴി പുത്രനാണ്. അപ്പൊ പുത്രൻ വഴിയാണ് അത് പുറപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ വചനത്തിനകത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, വചനത്തിനകത്ത് പറയുന്നത് പിതാവിൽ നിന്നും ഞാൻ അയക്കുന്ന എന്നാണ് പറയുന്നത്. അപ്പൊ പുറപ്പെടുന്നത് എവിടുന്നാണ്? പിതാവിൽ നിന്നാണ് അല്ലെ? അപ്പൊ പുത്രനിൽ നിന്നും എന്നുള്ളത് വേണമെങ്കിൽ ഉപേക്ഷിക്കാം, കൺഫ്യൂഷന് കാരണമാകുന്നുവെങ്കിൽ വേണമെങ്കിൽ അത് ഉപേക്ഷിക്കാം എന്നതുകൊണ്ടാണ് അപ്പുറത്ത് ഇപ്പുറത്ത് ഹൈഫൻ ഇട്ട് ചെല്ലുന്നത്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ഫോമാണ് നമ്മൾ ചെല്ലുന്നത്, പിതാവിൽ നിന്നും പുറപ്പെടുന്ന എന്ന് പറഞ്ഞാൽ, കാരണം അവിടുന്നാണ് പുത്രനും പരിശുദ്ധാത്മാവും പുറപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളും പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ചെല്ലിയാലും മതി. ഇനി മറ്റേ രീതിയിൽ ചെല്ലിയാൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് ചെല്ലിയാലും അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിതാവിൽ നിന്നും പുത്രനിലൂടെ പുറപ്പെടുന്ന എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ രൂപതയിൽ വളരെ കൃത്യമായിട്ട് പിതാവ് പറഞ്ഞിട്ടുണ്ട്, പിതാവിൽ നിന്ന് ആ ഹൈഫൻ ഇട്ട ഭാഗം ഉപേക്ഷിക്കാവുന്നതാണ്, ഒരു കൺഫ്യൂഷനും ഉണ്ടാക്കേണ്ട, പിതാവിൽ നിന്നും പുറപ്പെടുന്ന എന്ന് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മുടെ രൂപതയിൽ അങ്ങനെയാണ് ചൊല്ലുന്നത്. എനിക്കൊരു ഡൗട്ട്, ഈ ദുഃഖവെള്ളിക്ക് തരുന്ന തൈലം ആ തൈലമാണെങ്കിൽ
പൂപ്പല് കാര്യത്തിലെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അപ്പോഴാണെങ്കിൽ അത് നമുക്ക് പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമോ? മനസ്സിലായല്ലോ മോനെ, എന്നാ പറഞ്ഞേ? ദുഃഖങ്ങൾക്ക് നൽകുന്ന ആ തൈലം കുറെ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തൈലമല്ല കുടിക്കാം. മോനെ, തൈലത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ഹന്നാവെള്ളത്തിന്റെ കാര്യമാണെന്ന്. ദുഃഖ ശനിയാഴ്ച നമ്മൾ പുത്തൻ വെള്ളം ഒക്കെ എടുത്തോണ്ട് വരത്തില്ലേ? അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അച്ഛന്റെ അടുത്ത് പോയി വെള്ളം വെഞ്ചരിച്ചോണ്ട് വരത്തില്ലേ? ആ വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതെപ്പോ വേണേലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് നമുക്ക് അസ്വസ്ഥതയൊക്കെ തോന്നുമോ കുടിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ശരിയായിരിക്കട്ടെ. ബലി അർപ്പിക്കുന്ന സമയത്തെ കേട്ടില്ലല്ലോ. മുഴുവൻ കുർബാന അർപ്പിച്ച് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ എന്നാണല്ലോ പറയുന്നേ. ചില സമയങ്ങളില് സാഹചര്യവശാല് ബസ് കിട്ടാതെയും താമസിച്ചൊക്കെ വരുമ്പം സമർപ്പണത്തോടുകൂടെ കുർബാന സ്വീകരിക്കാൻ സാധിക്കുമോ? ഓക്കെ, അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയല്ല. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയുടെ അർത്ഥങ്ങളും ഒക്കെയാണ്. നമ്മൾ സിറോ മലബാർ പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാണ്ട് പോകും. അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശരിക്കും ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളിൽ നമ്മളെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോ അതിൻ്റെ അകത്ത് ഒരു ഭാഗം ഉപേക്ഷിക്കുക, ഈശോയുടെ പീഡാനുഭവത്തിൽ കൂടെ ചേർന്നേക്കാം. ഈശോയുടെ ജനനത്തിലും രഹസ്യ ജീവിതത്തിലും ഒന്നും ഞാനില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരിക്കണം. ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ സംഭവത്തിലും നമ്മൾ പോയി ചേരേണ്ടതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇനിയും അതിൻ്റെ അകത്ത് ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇതാ, അതായത് നമ്മൾ പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ, വിശുദ്ധ കുർബാനയുടെ തുടക്കം മുതൽ ഉണ്ടായിരിക്കാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു, അതിനുവേണ്ടി ഒത്തിരി ഓടി വന്നു. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം എനിക്കത് നഷ്ടപ്പെട്ടു പോയി, അത് എത്താനായിട്ട് പറ്റിയില്ല. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ താമസിച്ച് വന്നതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ ഇറങ്ങി ഓടി വന്നു, പക്ഷെ ബസ് കിട്ടിയില്ല, ബസ്സിന് എന്തെങ്കിലും തകരാറ് വന്നു, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് വന്നു, നമ്മൾ ഓടിപ്പിടിച്ച് പള്ളി വന്നു. പള്ളി വന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, അവിടെ താമസിച്ചത് നമ്മുടെ കുറ്റം കൊണ്ടല്ല. എന്നാൽ നമ്മൾ ആ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുർബാന സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. എവിടം വരെ നമ്മൾ സുവിശേഷ വായന വരെയുള്ള ഭാഗത്ത്, അതിനുശേഷമാണെങ്കിൽ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ അവിടം വരെ ആണെങ്കിൽ കുഴപ്പമില്ലെന്നല്ല. സുവിശേഷ വായന വരെ എങ്കിലും അതിനു മുമ്പെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്പുരാനോട് മാപ്പ് പറഞ്ഞ് കുർബാന സ്വീകരിക്കാം എന്നാണ് ഒരു എക്സെപ്ഷൻ മാത്രമാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾ ചുമ്മാ എടുക്കരുത്. അതായത് നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ നമ്മൾ പരിശ്രമിച്ചിട്ടും പറ്റാതെ വന്നു എന്ന കാരണം കൊണ്ട് താമസിച്ചെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യമുള്ളത്, ഈ എക്സെപ്ഷൻ ഉള്ളത്. അതിനുശേഷവും വന്ന് കുർബാന സ്വീകരിക്കുന്ന അനേകരുണ്ട്. അതാ പറഞ്ഞത്, അത് നമ്മൾ ചുമ്മാ അങ്ങനെ ലാവിഷായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വിശുദ്ധ കുർബാന. അതൊരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വന്നിട്ട് ഒരു പ്രസാദം തരുന്നതല്ല കുർബാന. അത് ഈശോയുടെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവത്തിൽ കൂടെ ചേർന്ന് പോകുമ്പോൾ അതിന്റെ ഫലമായിട്ട് ലഭിക്കുന്നതാണ് ഈശോ എന്ന് പറയുന്നത്. അത് നമ്മൾ വെറുതെ ഒരു പ്രസാദം പോലെയൊക്കെ സ്വീകരിക്കാനുള്ളതല്ല കുർബാന എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സ്വീകരിക്കുന്നത്. അഥവാ അങ്ങനെ സ്വീകരിച്ചു പോയാൽ വിശുദ്ധ കുമ്പസാരത്തിൽ എത്രയും വേഗം ഏറ്റുപറയേണ്ടതാണ്. അത് നമ്മൾ വെറുതെ ലാവിഷായിട്ട് കുർബാനയിൽ പങ്കെടുക്കുന്നത്, നമ്മൾ മനഃപൂർവ്വം മറ്റു ചിന്തകളുമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കുമ്പസാരത്തിൽ പറയേണ്ട പാപമാണ്. അച്ഛാ, ഒരു കാര്യം കൂടെ, വിശുദ്ധ കുർബാന ഈശോയുടെ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരിച്ചൊരു രക്തങ്ങളായി മാറുന്ന സമയത്ത് പറയുന്ന പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് പറയുന്ന സമയത്താണോ, അതോ അതിനു മുമ്പ് പ്രധാന വചനങ്ങൾ പറയുന്ന സമയത്താണോ? അതെപ്പോഴും ഒരു ചിന്ത. അതായത് ഇന്ന പ്രാർത്ഥനയുടെ സമയത്താണ് ഇത് അപ്പം ഈശോയുടെ ശരീരമായി മാറുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, വിശുദ്ധ കുർബാനയുടെ കൂദാശ ഭാഗത്താണ് ഈ വിശുദ്ധ ഈ അപ്പം ഈശോയുടെ ശരീരം രക്തവുമായി മാറുന്നെന്ന് പറയും. കൂദാശ ഭാഗം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണം കഴിയുന്ന ഭാഗം മുതൽ
കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന ഭാഗം വരെയുള്ള കാര്യമാണ്. അത്രയും ഒരു യൂണിറ്റ് ആണ്. ആ 4 ഭാഗമായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത പ്രാവശ്യം പറയും. അപ്പൊ അത്രയും ഭാഗത്തിനുള്ളിലാണ് ഈ അപ്പം ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറുന്നത് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അത് പൂർത്തിയാക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അല്ലാതെ ഇന്ന പ്രാർത്ഥനയുടെ സമയത്താണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. താങ്ക് യു അച്ഛാ, താങ്ക് യു. അച്ഛാ, കുർബാന പുസ്തകം കൊണ്ട് കുർബാന കൂടണമെന്ന് നിർബന്ധമാണോ? കുർബാന പുസ്തകം എന്ന് പറയുന്നത് നമ്മളെ കുർബാന ഏറ്റവും യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ഒരുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു പ്രാർത്ഥന ചൊല്ലിപ്പോവാണ് അല്ലെ, നമ്മളൊരു പ്രാർത്ഥന ചൊല്ലിപ്പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ചൊല്ലുന്നതിൻ്റെ അകത്തുനിന്ന് അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. നമ്മൾ കണ്ണും കൂടെ ആ കൂട്ടത്തിൽ ചലിപ്പിച്ചാൽ നമുക്ക് ആ അർത്ഥത്തോടുകൂടി കുർബാന അർപ്പിക്കാനായിട്ട് പറ്റും. അതിനുള്ളൊരു സഹായിയാണ് ഈ പറഞ്ഞ കുർബാന പുസ്തകം എന്ന് പറയാം. അപ്പം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഭക്തിയോടുകൂടെ നിൽക്കാനുള്ള പോസ്റ്റർ തരുന്നത്, ഇതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി പോകാനായിട്ട് പറ്റുന്നത് ഒക്കെ, നമ്മൾ ശ്രദ്ധ മാറാതിരിക്കാൻ സഹായിക്കുന്നതൊക്കെ വിശുദ്ധ കുർബാന പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അത് സാധിക്കും. നമ്മൾ അല്ലെങ്കിൽ എന്നാണ്, ഇപ്പോ കർത്താവ് രാജാവയുടെ പാട്ട് സങ്കീർത്തനാലാപനം നമ്മൾ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അറിയാൻ മേലാത്ത ഒരു ഭാഗമായിരിക്കും പാടുന്നത്. നമ്മളവിടെ വായു പൊളിച്ച് നിൽക്കുകയാണ്, നമുക്ക് അതിന്റെ അർത്ഥവും മനസ്സിലാകത്തില്ല, നമ്മളിതിൽ പങ്കുചേരുന്നുമില്ല. അപ്പൊ കുർബാന പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ആ പാട്ടിലൂടെ പോകും, ആ പ്രാർത്ഥനയിലൂടെ പോകും. ഇപ്പൊ പ്രോപ്രിയായ ഭാഗം ചൊല്ലുകയാണ്, നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു സാധനം, അതിങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. അത് കുർബാന പുസ്തകം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും, ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അതിനുള്ള സഹായിയാണ് കുർബാന പുസ്തകം. അത് നിർബന്ധമല്ല, പക്ഷെ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒപ്പം നമ്മൾ അൾത്താരയിലോട്ടും നോക്കണ്ടേ? അൾത്താരയിലേക്ക് നോക്കണ്ടേ? കുർബാന പുസ്തകത്തിൽ മാത്രം ഇങ്ങനെ നോക്കി? തീർച്ചയായിട്ടും. ഈ അൾത്താര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ അവിടെ അലങ്കരിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന, സ്വർഗം കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് ഈ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഈ ദൈവാലയത്തിലെ ഓരോ ഭാഗവും. ആ ഓരോ ഭാഗത്തെ കുറിച്ചുള്ള അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പിടികിട്ടും. അപ്പൊ അതിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ട് മാത്രം നിന്നാൽ പോരാ, ആ ഒരു ഓർമ്മ അവിടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ട് നമ്മൾ കുർബാന പുസ്തകത്തിൽ നോക്കാനായിട്ട് സാധിക്കും. അതാണ് എന്റെ പ്രത്യേകത. മനസ്സിലായോ? നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ തിരുശരീരം ഉയർത്തുമ്പോൾ അതിനർത്ഥമുണ്ട്, കുരിശാകൃതിയിൽ ഉയർത്തുമ്പോൾ അതിനർത്ഥമുണ്ട്, താഴേക്ക് കൊണ്ടുവരുമ്പോൾ അതിനർത്ഥമുണ്ട്, ശ്വാസപ്പാണ്ട് മൂടുമ്പോൾ അർത്ഥമുണ്ട്. അപ്പൊ ആ കർമ്മക്രമങ്ങളും ആ ആചാരങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് നമ്മളെ ചേർക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുർബാന പുസ്തകം ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഇത് കാണുകയും ചെയ്യും. ഞാനിങ്ങനെ ഒരു അച്ഛനോട് ഡൗട്ട് ചോദിച്ചായിരുന്നേ, ഇങ്ങനെ ഈ ഒരു പ്രാവശ്യം കുർബാന സ്വീകരിച്ചാ പോരെ എന്ന്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു പോരാ, നമ്മള് അടുത്ത കുർബാനയ്ക്കും കുർബാന മസ്റ്റായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കണോന്ന്. ഞാനത് നേരത്തെ പറഞ്ഞത് ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു. അതായത് ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു, കുർബാന പൂർത്തിയാകുന്നത് കുർബാന സ്വീകരണത്തോടു കൂടിയാണ്. കുർബാന സ്വീകരിച്ചാലേ ആ കുർബാന പൂർത്തിയാവുള്ളൂ. പക്ഷെ നമ്മൾ തൊട്ടു മുമ്പ് കുർബാന സ്വീകരിച്ചതാണ്. അപ്പൊ രണ്ടാമത് ഒരിക്കൽ കൂടി കുർബാന സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. ആ ഒരു കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് ഒന്നുകൂടെ കുർബാന സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ കുർബാന സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. രണ്ടാമത് നമുക്ക് കുർബാന സ്വീകരിക്കാം, യാതൊരു കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത് കുർബാന സ്വീകരിക്കുന്നത് കൊണ്ട് ആദ്യം കിട്ടിയ കർത്താവിനേക്കാളിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, അങ്ങനെ വിചാരിക്കാതിരുന്നാൽ മതി. കുർബാന കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ്, സമർപ്പണത്തിന് മുമ്പ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർക്ക് പോകാം. ശ്രോതാക്കളിൽ പോയി അതൊന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ ഈ വിശുദ്ധ കുർബാനയുടെ കൂദാശ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയോഗ്യരായിട്ടുള്ള ആൾക്കും, എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് അയോഗ്യരായിട്ടുള്ള ആർക്കും പിന്നീട് ആ കുർബാനയിൽ പങ്കുചേരാൻ അവകാശമില്ല. എന്ന് പറഞ്ഞാൽ കൂദാശ ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി കൂദാശ ഭാഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതോടുകൂടി
അയോഗ്യരായിട്ടുള്ള എല്ലാവരുടെയും കുർബാന അർപ്പണം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കുർബാനയ്ക്ക് അവർക്ക് കൂടാൻ അവകാശമില്ല. അപ്പൊ അതായത് നമ്മൾ ആദ്യ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. ഈ ഇത്രയും ഭാഗമാകുമ്പോൾ ഈ നമ്മുടെ മാമോദിസ സ്വീകരിക്കുകയും ജീവനെ രക്തം മുദ്രരാകുകയും ചെയ്തവരല്ലേ, അതിന്റെ വേറൊരു ഫോമാണ് മാമോദിസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം, ജീവനയുടെ ആളെ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം. ആ ഭാഗം അത് കഴിയുമ്പോൾ കാറായപ്പട്ടം കിട്ടിയ ആളുകൾ പോയി ഈ ആനവാതിൽ അടയ്ക്കുമായിരുന്നു. കാരണം ഈ മോണ്ടളം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനവാതിലിന്റെ പുറത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആരെന്നറിയാവോ? മാമോദിസ അർത്ഥികൾ എന്ന് പറഞ്ഞാൽ മാമോദിസയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കുർബാനയ്ക്ക് വരും. പക്ഷെ കുർബാനയുടെ പള്ളിക്കകത്തോട്ട് കയറാൻ പറ്റില്ല, അവര് പുറത്താണ് നിൽക്കുന്നത്. ഇനി പരസ്യഭാവികളായിട്ട് പിടിക്കപ്പെട്ട ആൾക്കാർ, പരസ്യഭാവികളായിട്ടുള്ളവര്, അവരൊക്കെ പള്ളിയുടെ പുറത്താണ് നിൽക്കുന്നത്. അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് മോണ്ടളം. അപ്പോ കൂദാശ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ മോണ്ടളത്തിന്റെ വാതിൽ അങ്ങ് അടയ്ക്കും. പിന്നെ ഇവർക്ക് കൂദാശ ഭാഗം കാണാൻ പോലുമുള്ള യോഗ്യതയില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ആ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. മനസ്സിലായോ? ഇപ്പം കൂടുതൽ പേരും ഒത്തിരി ദുഃഖത്തോടുകൂടെ കാണേണ്ടി വരും, നമ്മുടെ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും അങ്ങനെ നിൽക്കുമ്പോ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ലല്ലോ. അതെ അതെ. ഓക്കെ, താങ്ക് എന്തോ അപ്പത്തിന്റെ രൂപത്തിൽ അരളിക്കൽ എഴുന്നള്ളിരിക്കുന്ന ദിവികാരൻ ഈശോയെ ദർശിക്കാനായിട്ട് അതിന്റെ പുറകില് ജ്വലിക്കുന്ന ഒരു വൈദ്യുത ദീപം കത്തിച്ചു വെക്കുന്ന പരിപാടിയുണ്ട്. അത് ആവശ്യമുള്ള അന്ധകാരത്തിൽ നടക്കുന്നതല്ലേ അതിന്റെ ആവശ്യം? നമ്മുടെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളവനാണ് അവനെന്ന്. പിന്നെ താപോർമ വെച്ച് ഈ രൂപാന്തരപ്പെട്ടപ്പോഴത്തേക്ക് ഈശോയെ സൂര്യനെ പോലെ അവന്റെ മുഖം ശോഭിച്ചതാണ്. അപ്പൊ ആ ഈശോയെ കാണാൻ വേണ്ടിയിട്ട് ഒരു വൈദ്യുതിയൊക്കെ അതിന്റെ പുറകിൽ കൊണ്ടുവെക്കുന്നത് ഒരു ശരിയായ നടപടിയാണ്. അതായത് നമ്മൾ ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഈ ആരാധനയുടെ സമയത്തൊക്കെ ഈ ഒരു കോൺസെൻട്രേഷൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. അത് ശരിക്കും നമ്മള് അതിന്റെ പുറകിൽ കൊണ്ടുവെക്കാതെ അതിന് മുന്നിൽ നിന്ന് അങ്ങോട്ടൊരു വെട്ടം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. എന്ന് പറഞ്ഞാൽ ബാക്കി ലൈറ്റുകളെല്ലാം ഓഫാക്കി ഈ തിരുശരീരത്തിലേക്ക് മാത്രം നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാനായിട്ടാണ് അതിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു വെട്ടം എടുത്ത് വെക്കാറുള്ളത്. പക്ഷെ അത് ചില സ്ഥലത്തൊക്കെ അതൊരു ഓക്വേർഡ്നെസ് ആയിട്ട് മാറുന്നുണ്ട്. അത് മാത്രം ഇങ്ങനെ കത്തി നിൽക്കുന്നു, ബാക്കി അതിന് മൊത്തം ഇരുട്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിലേക്ക് നമുക്ക് വെട്ടം പുറത്തുനിന്ന് കൊടുത്ത് അതിലേക്ക് മാത്രം ഒരു ഫോക്കസ് ലൈറ്റ് ഫ്രണ്ടിൽ നിന്ന് എവിടുന്നേലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ പള്ളികളിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത്. നമ്മുടെ കോൺസെൻട്രേഷൻ വേറൊരിടത്തോട്ട് പോവാതെ ഈശോയെ മാത്രം നോക്കി നിൽക്കാനായിട്ടാണ് അങ്ങനെ പുറവശത്ത് ഒരു ലൈറ്റ് കൊടുക്കാറുള്ളത്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന്. ആ പ്രകാശത്തെ കാണാൻ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടോ അച്ഛാ? നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണല്ലോ. ഇപ്പൊ ഇരുട്ടത്ത് തിരുശരീരം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല അല്ലേ? അത് അപ്പമാണ്. അപ്പത്തിന്റെ എല്ലാ സ്വഭാവത്തോടും കൂടിയാണ് അതിരിക്കുന്നത്. ഈശോ വിശുദ്ധ കുർബാനയായത് സൂര്യനായിട്ടല്ല. ഈശോ വിശുദ്ധ കുർബാന ഓരോന്നിനും ഓരോ രീതിയാണല്ലോ. ഈ ദൈവം കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് തീ ആയിട്ടാണ് അല്ലെ? തീ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഈശോ അപ്പം തന്നെത്താനെ പ്രകാശിക്കുന്നില്ല. അപ്പത്തിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളോടും കൂടി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ വെട്ടം കൊടുക്കണം. ഒരു വെട്ടം ഉണ്ടെങ്കിലേ നമുക്കത് കാണാൻ പറ്റൂ അല്ലേ? അപ്പൊ അത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ വെട്ടം കൊടുക്കുന്നത്. ഈശോയുടെ തിരുശരീരവും രക്തവും മാംസവും രക്തവുമായിട്ട് മാറിയാണ് നമ്മളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ അതേ ദൈവശരീരം തന്നെയല്ലേ നമ്മളവിടെ ദർശിക്കുന്നത്. അതിന് പുറകിൽ നിന്നൊരു വെട്ടത്തിന്റെ ആവശ്യമുണ്ടോ? മുന്നിൽ നിന്നൊരു പ്രകാശം ഈ പള്ളിക്കകത്തെ ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെ പോലെ അതായത് നമ്മൾ വെട്ടം എല്ലാം കിടക്കുമ്പോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് മാത്രം വെട്ടമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാത്രമേ നോക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവിടെ ഒരു വെട്ടം കൊടുക്കുന്നത്. അത് അങ്ങനെ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇടണമെന്നുള്ളത് സഭയുടെ ഒരു നിർദ്ദേശം പോലും അല്ല. അങ്ങനെ ആരാധനയുടെ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കണം അങ്ങനൊന്നുമില്ല.
നമ്മുടെ ഒരു കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് അതിനകത്ത് തെറ്റ് പറയാനില്ല. പിന്നെ ഞാൻ പറയുന്നത് ഒരു ഓക്വേർഡ്നെസ് ഉണ്ടാകാതെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിശുദ്ധ കുർബാനയിലെ സമാധാനം നിങ്ങളോട് പറയുമ്പോ കുനിഞ്ഞു നിന്നാണോ സ്വീകരിക്കേണ്ടത്? സമാധാനം നിങ്ങളോടുകൂടെ എന്നും പറഞ്ഞ് അച്ഛൻ ആശീർവദിക്കുന്ന സമയത്ത് നമ്മൾ ആ ആശീർവാദം സ്വീകരിക്കണം. അതായത് അച്ഛൻ കുരിശ് വരച്ച് ആശീർവദിക്കുമ്പോൾ നമ്മൾ കുരിശ് വരച്ച് തന്നെ അത് സ്വീകരിക്കണം. നമ്മൾ കുരിശുവരയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നല്ലോ അല്ലെ? അപ്പൊ ആ രീതിയിൽ തന്നെ കുരിശ് വരച്ച് അത് നമ്മൾ സ്വീകരിക്കണം. കുനിഞ്ഞ് കുരിശ് വരച്ച് നമ്മൾ ആചാരം ചെയ്യുന്നത് നമ്മൾ വിധേയപ്പെടുന്നതിന്റെ അടയാളമായിട്ടാണ്. അപ്പൊ ആചാരം ചെയ്ത് കുരിശ് വരച്ച് അത് സ്വീകരിക്കണം. അച്ഛാ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ നിന്നോണ്ടാണോ അല്ലെങ്കിൽ മുട്ടുകുത്തിക്കൊണ്ടാണോ? അതിന്റെ ഓരോ പ്രാർത്ഥനയ്ക്കും അർത്ഥങ്ങളുണ്ട്. അതായത് നമ്മള് വീട്ടില് അപ്പൻ കയറി വരുമ്പോ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ആ പെട്ടെന്ന് എഴുന്നേക്കും അല്ലെ? ആ പെട്ടെന്ന് എഴുന്നേക്കുന്നത് ബഹുമാനത്തിന്റെ സൂചനയാണ്. നമ്മൾ കാലുമേ കാലും കയറ്റി വെച്ചിരുന്നിട്ട് അപ്പ എനിക്ക് ബഹുമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ബഹുമാനം ആകത്തില്ല. അതിനൊരു പോസ്റ്ററുണ്ട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾക്കനുസരിച്ചാണ് നമ്മുടെ പോസ്റ്ററുകൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മള് കർത്താവ് നിനക്ക് ആരാധനയും സ്തുതിയും ബഹുമാനവും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥനകളുടെ സമയത്തെല്ലാം നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ഈശോ പഠിപ്പിച്ച സമയത്ത് എല്ലാവരെയും ഇരുത്തി, എന്നിട്ടാണ് ഈശോ പഠിപ്പിച്ചത്. അപ്പൊ വചന വ്യാഖ്യാനം പറഞ്ഞു തരുന്ന സമയത്ത് എല്ലാവരും ഇരിക്കും. ഇനി മുട്ടിമേ നിൽക്കുന്ന എപ്പോഴാണ്? കർത്താവെ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ മുട്ടിമേ നിൽക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ഓർത്തു നോക്കി, കർത്താവെ എന്റെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറ്റിയടിച്ച് അവിടെ ഇരുന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. മനസ്സിലായോ? ആ പ്രാർത്ഥന കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് പ്രാർത്ഥന ചൊല്ലുന്നോ ആ പ്രാർത്ഥനയുടെ അർത്ഥത്തിന് യോജിച്ച പോസ്റ്ററോടുകൂടിയേ നമ്മൾ നിൽക്കാവുള്ളൂ. ഈ കർത്താവിന് ആരാധനയും സ്തുതിയും ബഹുമാനം സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ മുട്ടുകുത്തേണ്ട കാര്യമില്ല. മനസ്സിലായോ? ചില ആൾക്കാര് ഇങ്ങനെ ഭക്തി കൂടിയിട്ട് പല സ്ഥലങ്ങളിലും കയറി മുട്ടുകുത്തും. അങ്ങനല്ല. മുട്ടുകുത്തുന്നത് നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണം എന്നുള്ള യാതനാ പ്രാർത്ഥനയുടെ സമയത്താണ്. ആ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ മുട്ടുമേ തന്നെ നിൽക്കണം. ഇനി അങ്ങനെ മുട്ടുമേ നിൽക്കാൻ ഒരു തരത്തിലും പറ്റത്തില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാതെ ആ സമയത്ത് ഒരിക്കലും ഇരിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് മുട്ടിന് വേദനയും കാലിന് വേദനയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈശോ നമുക്ക് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റെടുത്തതാണ്, പീഡാസഹനങ്ങൾ അനുഭവിച്ചതാണ്. ആ സമയത്ത് നമ്മുടെ ഒരു ത്യാഗം പോലും സമർപ്പിക്കാതെ, നമ്മുടെ വേദന പോലും സമർപ്പിക്കാതെ കുർബാന അർപ്പിച്ചാൽ ആ കുർബാന കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല അല്ലെ? കർത്താവ് ബലിയർപ്പണത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണ്, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. നിങ്ങൾ എനിക്ക് ബലി അർപ്പിക്കാതിരുന്നിരുന്നുവെങ്കിൽ, ആരെങ്കിലും പോയി ആ ദൈവാലയത്തിന്റെ വാതിലൊന്ന് അടച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സ് ശരീരവും ഒക്കെ ഒരുപോലെ കൊടുത്തുകൊണ്ട് വേണം കുർബാന അർപ്പിക്കാൻ, അല്ലെങ്കിൽ അതിന് അർത്ഥമില്ലാതായി പോകും. അച്ഛാ, ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല. അച്ഛാ, കുർബാന സ്വീകരിച്ചത് നമ്മള് പ്രാർത്ഥിക്കുമ്പോ ചിലവര് മുട്ട് കുത്താറുണ്ടല്ലോ, ചിലവര് എണീറ്റുമല്ല. അപ്പൊ ഇതിലേതാ ശരി? വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കാൻ നേരത്ത്? വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ശരിയായിട്ടുള്ള പോസ്റ്റർ. ഇനി ആ സമയത്ത് നമ്മൾ മുട്ടിമേൽ നിന്നാൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, നമ്മൾ പാപിയാണെന്നുള്ള ഒരു വികാരമുണ്ടല്ലോ. ആ വികാരത്തോടു കൂടി നമ്മൾ മുട്ടിമേൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ശരിയായ പോസ്റ്റർ ഈശോയെ സ്വീകരിച്ചതിന് നന്ദിയോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. ഒരു കാര്യം ചോദിക്കട്ടെ? ശുശ്രൂഷ നമുക്ക് സമാധാനം തരും, സമാധാനം നമ്മോട് കൂടെ എന്ന് പറയും. നമ്മൾ അടുത്ത ആൾക്കത് പാസ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്തോ? ഡയലോഗ് മീൻസ് അതിനകത്തൊന്നും വിശുദ്ധ കുർബാനയുടെ സമയത്തെ സമാധാനാശംസയുടെ സമയത്ത് നമ്മൾ ഒന്നും പറയണ്ട. കാരണം അവിടുത്തെ സമാധാനം നിങ്ങളോടുകൂടെ എന്നുള്ള ആശംസ ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മള് ഈശോയെ സ്വീകരിക്കുന്നു, കൈ തുറന്ന് പിടിച്ച് ഈശോയെ സ്വീകരിക്കുന്നു, അടുത്തയാൾക്ക് ഈശോയെ കൊടുക്കുന്നു. മനസ്സിലായോ? ഇതാണ് അവിടുത്തെ സമാധാനാശംസയുടെ പ്രത്യേകത. ഇനി ഈസ്റ്ററിന്റെ അന്നത്തെ സമാധാനാശംസയ്ക്ക് നമുക്ക് അങ്ങനെ പറയാനൊരു കാര്യമുണ്ട്. അത് നമ്മളോട് ആ ആശംസ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞ് ആശംസ കൊടുക്കുവിനെന്ന് അവിടെ പറയുന്നുണ്ട്. മനസ്സിലായോ? കുർബാനയുടെ സമയത്ത്, സാധാരണ കുർബാനയുടെ സമയത്ത് സമാധാനാശംസയുടെ സമയത്ത് അത് ഈശോയെ കൊടുക്കുന്നു
എന്ന മനോഭാവത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക മാത്രമേ ഉള്ളൂ. കൈ കൂപ്പി പിടിച്ച് കൊടുക്കുന്നു, കൈ തുറന്ന് സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് സ്വീകരിക്കുന്ന രീതി. ഓക്കെ അച്ഛാ, താങ്ക് യു. അച്ഛാ, ഒരു സംശയം കൂടെ ഉണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് മൂടിക്കുമ്പോ ഈശോയുടെ സംസ്കാരമല്ലേ സൂചിപ്പിക്കുന്നത്? എന്തോ ദോശപ്പാ കൊണ്ട് മൂടുമ്പോ ഈശോയുടെ ശരീരങ്ങൾ മൂടുമ്പോ ഈശോയുടെ സംസ്കാരമല്ലേ സൂചിപ്പിക്കുന്നത്? ആണ് കൂദാശവചനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് കുർബാന വിശ്വാസ പ്രമാണം ചൊല്ലി അതിനുശേഷം ആ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരുന്നു. അപ്പൊ അതായത് ഈശോയുടെ ജനനം മുതൽ മരണം അടക്കം ഇത്രയും ഭാഗം വരെ അനുസ്മരിച്ചതിന് ശേഷമാണ് വീണ്ടും ഈശോയുടെ ഈ കുദാശ ഭാഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നത്. അപ്പോ ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത് അറിയാവോ? കർത്താവ് നമുക്ക് വേണ്ടി ആദ്യം മുതൽ ചെയ്തിട്ടുള്ള എല്ലാ രക്ഷാകര പ്രവൃത്തിയെയും ഏറ്റുപറഞ്ഞ് നന്ദിയോടുകൂടെ സ്തുതി എന്ന് പറഞ്ഞാൽ ഈശോയുടെ കബറിടത്തിങ്കൽ നിന്നുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുകയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികളെ. മനസ്സിലായോ? അതാണ് കൂദാശ ഭാഗം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു തന്നു എന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനിടയ്ക്കുള്ള ഭാഗത്ത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന കാര്യങ്ങൾ നമ്മൾ ചൊല്ലുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അച്ഛാ, നമ്മള് ചില പള്ളികളിലൊക്കെ നമ്മുടെ കയ്യിലാണല്ലോ വിശുദ്ധ കുർബാന തരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ അതിന്റെ അംശം വല്ലതും ഇരിക്കുവോ, അങ്ങനെ വല്ലതും ചെയ്യുവോ? അതെ, നമ്മൾ അത് വളരെ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ കയ്യിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്നതെന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ നാവിൽ വിശുദ്ധ കുർബാന കൊടുക്കാനുള്ള കാരണം. കയ്യിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് പൊടി, വളരെ ചെറിയ പൊടികൾ പോലും ഉണ്ട്, അത് പാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് തിരുരക്തവും കൂടെ കൂട്ടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാവിൽ തന്നെ കുർബാന സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് പറയാനുള്ള കാര്യം. അച്ഛാ, ഒരു ഡൗട്ട്. ചോദിച്ചോ മോനെ. അച്ഛാ, ഒരു ഡൗട്ട്. ചില പള്ളികളില് സമാധാന ശുശ്രൂഷ കൊടുക്കുമ്പോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നെന്താ കൊടുക്കുന്നത്? അങ്ങനെ ചൊല്ലണ്ടോ മോനെ? അങ്ങനെ ചൊല്ലാനായിട്ട് പറഞ്ഞിട്ടില്ല. വിശുദ്ധ കുർബാന പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ സമാധാനാശംസയുടെ സമയത്ത് ശുശ്രൂഷി നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ എന്ന് പറയുന്നുവോ അവർ വേറെ ഒന്നും പറയാനായിട്ട് എഴുതിയിട്ടില്ല. അവിടെ നമ്മൾ വേറെ ഒന്നും പറയണ്ട. രണ്ട് കാര്യം ചോദിച്ചോട്ടെ. ഒരെണ്ണം, നമ്മുടെ ഈ ശോശപ്പ് വെച്ച് മൂടുന്നത് ഈശോയുടെ മൃതസംസ്കാരത്തെയും അത് മാറ്റിക്കഴിയുമ്പോൾ ഉയർത്തതിനെയും സൂചിപ്പിക്കുമല്ലേ? അത് മാറ്റുന്ന നമ്മുടെ സമാധാനം ആശംസിക്കുന്നതിന് മുമ്പായിട്ടാണ് അത് മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ കൂദാശവചനം ചൊല്ലുന്നത്? എനിക്ക് മനസ്സിലായില്ല. അത് മാറ്റുന്നത് അല്ല, ശോശപ്പ് വെച്ച് മൂടി കഴിഞ്ഞ് അത് മാറ്റുന്നത് ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അതിന് ശേഷമല്ലേ നമ്മൾ കൂദാശവചനം ചൊല്ലുന്നത്? അതെ. അതായത് നമ്മള് ഇതെടുത്തിട്ട് ചുരുട്ടി വെക്കും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും. മൂടിയതിനു ശേഷം കർത്താവ് ഉത്ഥാനം ചെയ്തപ്പോ കല്ലറയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു അല്ലെ എന്ന് പറയുന്നത് പോലെ അവിടെ അത്രയും ഭാഗം പൂർത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ കൂദാശ വചനങ്ങൾ ഇതിലേക്ക് നമ്മുടെ കൂദാശ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. സ്വർഗാരോഹണം ഏറ്റവും അവസാനത്തെ ആശീർവാദം. നമ്മളതിന്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ പറയും. നേരത്തെ പറഞ്ഞ കുർബാന സ്വീകരണത്തിന്റെ പറഞ്ഞപ്പോ 2 പ്രാവശ്യമല്ലേ മാക്സിമം പറ്റുള്ളൂ? അല്ല, അങ്ങനെയില്ല. അങ്ങനെ ഒരു കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇത്ര പ്രാവശ്യം മാത്രമേ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. പക്ഷെ അച്ഛന്മാരുടെ കാര്യത്തെ കുറിച്ച് കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുർബാന റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാല് ഒരു കുർബാനയാണ് ഒരു പള്ളിയിൽ ഒരു ബലിപീഠത്തിൽ ഒരു ദിവസം അർപ്പിക്കേണ്ടത് എന്നാണ് അതിന്റെ രീതി. മനസ്സിലായോ? ഒരു പള്ളി, ഒരൽത്താര, ഒരു പരിശുദ്ധ കുർബാന, അങ്ങനെയാണ് അതിന്റെ രീതി. ഇനിയും നമ്മുടെ പള്ളികൾക്ക് ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അവിടെ ഒരു കുർബാനയുടെ കൂട്ടി അർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ചുമ്മാ
എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് 3-4 കുർബാന വെച്ചേക്കാം എന്നും പറഞ്ഞ് കുർബാന വീണ്ടും വീണ്ടും തുടങ്ങാനോ ചൊല്ലാനോ അർപ്പിക്കാനോ പാടില്ല. അപ്പൊ നമ്മള് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മള് എന്നാ പറയാ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുർബാന ഒരു പള്ളിയിൽ ഒരു ദിവസം എന്നുള്ളതാണ് എന്റെ രീതി. പിന്നെ ആളുകളുടെ സാധ്യത അനുസരിച്ച് ഒരു കുർബാനയുടെ കൂട്ടാം. അപ്പൊ ഒരു അച്ഛന് ചൊല്ലാൻ പറ്റുന്ന കുർബാന, അർപ്പിക്കാൻ പറ്റുന്ന കുർബാന എന്ന് പറയുന്നത് 2 കുർബാന വരെ അച്ഛന് അർപ്പിക്കാനായിട്ട് സാധിക്കും. 3-മത്തെ ഒരു കുർബാന വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം അർപ്പിക്കാം. 4-മതൊരു കുർബാന അച്ഛൻ ചൊല്ലണമെങ്കിൽ മെത്രാന്റെ ഏജന്റ് അനുവാദം മേടിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇത്ര കുർബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നല്ല, നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കുർബാന അർപ്പിച്ചത് കൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഈശോയെ കിട്ടും, അങ്ങനെ വിചാരിക്കാതിരുന്നാൽ മതി. കുർബാനയില് വൈദികൻ 3 പ്രാവശ്യം പ്രാർത്ഥനാ സഹായം യാചിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പൊ നമ്മുടെ പോസ്റ്റർ എന്തായിരിക്കണം? തലകുനിക്കണോ? പ്രാർത്ഥനാ സഹായം, നമ്മളോട് ഒരാൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പെരുമാറുമോ അതുപോലെ പെരുമാറുക. മനസ്സിലായോ? നമ്മളിപ്പോ നമ്മളോട് നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികൻ, അത് ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അർപ്പിക്കുന്ന ആള്, അതെനിക്ക് യോഗ്യത ഇല്ലാത്ത കാര്യമാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളോട് കാണിക്കുന്ന ഒരു വിധേയത്വത്തോടു കൂടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മളൊന്ന് തലകുനിക്കുന്നതിന്റെ അകത്ത് കുഴപ്പമില്ല, അങ്ങനെ കുനിച്ചില്ലേലും കുഴപ്പമില്ല. സമയത്താ നിയോഗം പറയേണ്ടത്? ഏതാ? ഏത് പ്രാർത്ഥനയുടെ സമയത്താ നിയോഗം പറയേണ്ടത്? നമുക്ക് നിയോഗങ്ങൾക്ക് 3 അവസരങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1-മത്തെ അവസരം എന്ന് പറയുന്നത് കാറസൂസ പ്രാർത്ഥനയുടെ സമയത്താണ്. അപ്പൊ നമുക്ക് കാറസൂസ പ്രാർത്ഥനയിലാണ് എന്തെങ്കിലും ഒരു പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ, ഇപ്പൊ പള്ളിക്ക് ഒരു അത്യാവശ്യമുണ്ട്, അപ്പൊ ആ ഒരു ആവശ്യം, പള്ളി പണിയാൻ പോകുന്നു, അപ്പൊ അതും കൂടെ വേണേ കൂട്ടിച്ചേർത്തൊരു പ്രാർത്ഥന അർപ്പിക്കാം എന്ന് സഭ അനുവദിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കാറസൂസ പ്രാർത്ഥനയാണ്. വേറെ ഒരിടത്തും ഒരു കൂട്ടിച്ചേർക്കലോ കുറയ്ക്കലോ പാടില്ല, അങ്ങനെയാണ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമുക്കൊരു പ്രാർത്ഥനയെങ്കിലും കൂടുതലായിട്ട് ചൊല്ലാനായിട്ട് സാധിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള ഒരു പ്രാർത്ഥന എഴുതി തയ്യാറാക്കി വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ചൊല്ലാനായിട്ട് പറ്റും. ഇനി 2-മത്തെ സാധ്യത എന്ന് പറയുന്നത് ഡിപ്റ്റിക്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അവിടെയാണ് കുർബാനയുടെ നിയോഗം സമർപ്പിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സമാധാനാശംസ കഴിയുമ്പോ കൂദാശ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഡിപ്റ്റിക്സ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാനും അല്ലെങ്കിൽ മരണം മൂലം ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എന്നുള്ള ഭാഗമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പേരുകൾ പറഞ്ഞ് നമ്മൾ ഡിപ്റ്റിക്സ് ചൊല്ലി പ്രാർത്ഥിക്കും, ഓർമ്മ പറഞ്ഞ് പ്രാർത്ഥിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അച്ഛൻ കരങ്ങൾ വിരിച്ച് പിടിച്ച് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു സമയം, മധ്യസ്ഥ പ്രാർത്ഥന. അപ്പൊ അതായത് നമ്മൾ ഈ മാർപ്പാപ്പ മുതൽ എല്ലാവർക്കും വേണ്ടിയിട്ട് കരങ്ങൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാൻ അനുവാദമില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകൾ മാത്രം, അത് കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനകളാണ്. ആ സമയത്ത് നമ്മുടെ വ്യക്തിപരമായ യാചനകളും നമ്മുടെ മനസ്സുകൊണ്ട് അവിടെ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 3 അവസരത്തിലാണ് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കുർബാനയ്ക്കിടയ്ക്കുള്ളത്. ബാക്കി സമയത്ത് നമുക്ക് നിയോഗങ്ങൾ പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ 3 സ്ഥലത്താണ് അങ്ങനത്തെ പ്രാർത്ഥനകളുള്ളത്. ഗീതങ്ങൾ പാടുന്ന സമയത്താണല്ലോ നമ്മള് ഈശോയുടെ സ്ലീവാ മരണവും കബറടക്കവും ഒക്കെ സൂചിപ്പിക്കുന്ന സമയം. അതിനുശേഷം അതെ, മിശിഹ കർത്താവ് ദിവ്യരഹസ്യ ഗീതങ്ങളുടെ സമയത്ത്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ശ്വാസപ്പ മാറ്റുന്നതോടുകൂടി ഈശോയുടെ ഉദ്ധാനവും പ്രഘോഷിക്കുന്നുണ്ട്. അതിനുശേഷമാണല്ലോ നമ്മള് കൂദാശ വചനങ്ങൾ ഈശോയുടെ കുർബാന സ്ഥാപനത്തെ കുറിച്ച് പറയുന്നത്. അതെന്താ, എന്തുകൊണ്ട് അത് അങ്ങനെ മുന്നിലും പുറകിലും പറഞ്ഞില്ലേ? അതായത് നമ്മൾ ഈശോയുടെ ഉത്ഥാനം വരെയുള്ള ഭാഗം അനുസ്മരിച്ച് ഈശോ ഉത്ഥാനം ചെയ്ത കബറിടത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികളെ ഓർക്കുകയാണ് കൂദാശ ഭാഗത്ത്. പറഞ്ഞു മനസ്സിലായോ? അവിടം വരെ ഈശോയുടെ ജന്മം മുതൽ ഈശോയുടെ ഉത്ഥാനം വരെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ക്രമാനുഗതമായിട്ട് വരും. അതിനുശേഷം ഈശോ ഉത്ഥാനം ചെയ്തതോടുകൂടി നമ്മുടെ രക്ഷ സാധ്യമായി. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നിന്നുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികളെ എണ്ണി പറഞ്ഞ് കൂദാശ ഭാഗത്ത് പ്രവേശിക്കുക. അപ്പൊ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപനം. അപ്പൊ അതുകൊണ്ടാണ് അതിനിടയ്ക്ക് വിശുദ്ധ കുർബാന സ്ഥാപനത്തെ ഓർമ്മിക്കുന്നത്. മനസ്സിലായോ? അവിടെ നമ്മൾ അനുസ്മരിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെയാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം അത് രക്ഷാകര പ്രവൃത്തികളെ അനുസ്മരിക്കുന്ന ഭാഗത്താണ് അതെടുത്ത് വെച്ചിരിക്കുന്നത്.
അച്ഛാ, ഈ കുർബാനയുടെ അവസാനം ചൊല്ലുന്ന വിടവാങ്ങൽ പ്രാർത്ഥന വൈദ്യർക്ക് മാത്രമാണോ ചൊല്ലാൻ പറ്റുന്നത്? ജനങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? ഇല്ല, അത് വൈദികൻ ബലിപീഠത്തോട് യാത്ര പറയുന്നതാണ്. അപ്പൊ ആ ബലിപീഠത്തോട് യാത്ര പറയുന്നത് പുരോഹിതൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് പുരോഹിതൻ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി എന്ന് പറയുന്ന പ്രാർത്ഥന. അച്ഛാ, ഈ മാതാവിന്റെ നൊവേന കഴിഞ്ഞിട്ട് ആനവെള്ളം തെളിക്കത്തില്ല. അപ്പം നമ്മള് ശരീരത്തിൽ തെളിക്കുമ്പോ നമ്മള് തൂത്ത് കളയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തൂത്ത് കളയല്ല, നമ്മളത് കുരിശ് വരച്ച് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് കന്നാവെള്ളം, കേട്ടോ. ഹന്നാവെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അത് കുടിക്കുകയും ചെയ്യും. ഇപ്പൊ 2 വർഷമൊക്കെ കഴിഞ്ഞാൽ അത് കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കുടിക്കാം. അച്ഛാ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളെ ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈശോമിശിഹ പ്രഫേഡ് എന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അന്ന് പക്ഷെ അന്ന് ഈശോ ചെയ്ത ഒരു ചെറിയ ലിറ്റർജിയാണ്. അതായത് ഒരു പക്ഷേ യഹൂദരുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഇവന്റെ ശരീരമാകുന്നു. അപ്പൊ അത്ര ഒരു ചെറിയ ലിറ്റർജി നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ ലിറ്റർജി ആയിട്ട് ആയിരുന്നില്ല അന്ന്. പക്ഷെ അപ്പം അത് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ അവര് പറയുന്നത് അന്ന് അത് ഈശോ സ്ഥാപിച്ചത് മാത്രമല്ല കുർബാന എന്നത്. അപ്പൊ അങ്ങനെയാണ് അപ്പം മറ്റൊരു കുർബാന ഇന്നത്തെ കുർബാന ആര് സ്ഥാപിച്ചത് എന്നൊരു ചോദ്യം അവിടെ ഇല്ലേ? ഈശോ കുർബാന അർപ്പിച്ചത് 33 വർഷം കൊണ്ടാണ്. അതായത് ഈശോ ജനനം മുതൽ ഈശോയുടെ മരണം വരെയുള്ള കുരിശുമരണം വരെയുള്ള ഭാഗമാണ് വിശുദ്ധ കുർബാന. അതിന്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുകയാണ്, ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് ഈ അപ്പത്തിലാണ്, ഈ അപ്പമായിട്ട് മാറിയിട്ടാണ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് ഈ കുർബാന സ്ഥാപനം എന്ന് പറയുന്ന ഈ അന്ത്യത്താഴം എന്ന് പറയുന്ന ശുശ്രൂഷ. പിടികിട്ടിയോ? ഈശോ അനുസ്മരിക്കാനായിട്ട് പറയുന്നത് ഈശോയുടെ ജനനം മുതൽ ഉള്ള ഭാഗം മുഴുവൻ നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറയുന്നത് ജനനം മുതലുള്ള ഭാഗമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് കുർബാന അർപ്പിക്കുന്നുവെങ്കിൽ ഈശോ അർപ്പിച്ച കുർബാന 33 വർഷമാണ്. 33 വർഷം കൊണ്ടാണ് ഈശോ ഒരു കുർബാന അർപ്പിച്ചത്. പക്ഷെ ബൈബിളിൽ പലയിടത്തും ഒക്കെ പറയുന്നുണ്ടല്ലോ, മേശ അല്ല അപ്പം മുറിക്കൽ ശുശ്രൂഷ, അല്ലെങ്കിൽ പിന്നെ ഈശോ തന്നെ മറ്റേ എമ്മാവൂസിലേക്ക് പോയിട്ട് ആ സമയത്തൊക്കെ അപ്പം എടുത്ത് വാഴ്ത്തി എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ആദിമ സഭയിൽ ഒരു വിരുന്ന് ചടങ്ങായിട്ടായിരുന്നു ഇത് അർപ്പിച്ചോണ്ടിരുന്നത്. അതായത് നമ്മുടെ ഈ എമ്മാവൂസിലെ സംഭവം മറ്റാരോ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. അതായത് എമ്മാവൂസിലേക്ക് പോയ സംഭവത്തില് നമ്മുടെ കുർബാനയുടെ ഫുള്ള് സ്ട്രക്ചർ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് ഈശോ ആദ്യം ചെയ്തത് 2 പേരെ പിടിച്ചിരുത്തിയിട്ട് അപ്പം എടുത്ത് മുറിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. ഈശോ ആദ്യം ചെയ്തത് തന്നെയാണ് ഈശോയുടെ ജനനം മുതലല്ല, രക്ഷാകര പ്രവൃത്തിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ മുഴുവൻ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിന്റെ എൻഡിങ്ങിലാണ് ഈശോ അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പറഞ്ഞു തന്നോണ്ടിരുന്നപ്പോ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? അപ്പൊ നമ്മുടെ ഇതുപോലെ തന്നെയാണ്. ആദ്യ സമയത്ത് ഈശോയുടെ രക്ഷാകര പ്രവൃത്തി ജനനം മുതലുള്ള സംഭവങ്ങൾ അനുസ്മരിച്ച് വചനം എടുത്തു വെച്ച് പറഞ്ഞു കൊടുത്ത്, ഈശോ എമ്മാവൂസിലേക്ക് പോയ സമയത്ത് ചെയ്ത അതേ പ്രവൃത്തി വചനം എടുത്ത് പറഞ്ഞു കൊടുത്ത് അതിനുശേഷമാണ് ഈ രക്ഷാകര പ്രവൃത്തികൾ മുഴുവൻ അനുസ്മരിച്ചതിന് ശേഷമാണ് ഈ അപ്പം എടുത്ത് മുറിച്ച് ഇങ്ങനെ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എമ്മാവൂസിലേക്ക് പോയ കാര്യം എടുത്തു വെച്ചാൽ കുർബാനയുടെ ഫുള്ള് സ്ട്രക്ചറാണ് അതിൻ്റെ അകത്ത് വരുന്നത്. സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ അപ്പം എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴവരുടെ കണ്ണുകൾ തുറന്നു എന്നുള്ളതാണ്. കുർബാന എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മാത്രം ബേസിക് ഒരു കുർബാന എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രക്ചർ മാത്രം ആയാലും കുർബാന ആകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് ഈ ഇതിന്റെ അകത്ത് നമ്മുടെ ഈ അന്ത്യത്താഴ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ നമ്മൾ വാഴ്ത്തി വിഭജിച്ചു ആ ഭാഗം എന്ന് പറയുന്നത് രക്ഷാകര പ്രവർത്തികൾ ഓർക്കുന്നതിന്റെ അകത്ത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കുർബാനയെ പറ്റി അതല്ല കുർബാന.
അത് എന്നെ ഭാരം ഏൽപ്പിച്ചത് ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണല്ലോ പൗലോസ് ആ ലേഖനത്തിൽ വിശുദ്ധ കുർബാനെ പറ്റി വിശദീകരിക്കണം. എന്നെ അല്ലല്ല ഏൽപ്പിച്ചത് പൗലോസ്ലീഹ നമ്മൾ ഈ സ്ലീഹന്മാരുടെ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും അവരെങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത് എന്നുള്ളത്, അവരെങ്ങനെയാണ് ഒരു ഒന്നിച്ചു ചേർന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അവര് കൂട്ടായ്മ, അല്ലെ, പ്രാർത്ഥന, അപ്പമുറിക്കൽ ശുശ്രൂഷ, വചന വ്യാഖ്യാനം, അപ്പമുറിക്കൽ ശുശ്രൂഷ, ഇതിലെല്ലാം കൂടെ കൂടിയാണ് അവരുടെ സ്ട്രക്ചർ ഉള്ളത്, അല്ലെ. അങ്ങനെയാണ് അവർ പങ്കു ചേർന്നിരുന്നത് എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ സ്ട്രക്ചർ, മനസ്സിലായോ? അല്ലാതെ ഈ ഒരു ശുശ്രൂഷ മാത്രമല്ല, ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് രക്ഷാകര പ്രവൃത്തിയിലെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ്, മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കുർബാന സമയത്ത് ഈ പുറത്ത് നിന്ന് കുർബാന മൊത്തം കൂടിയ അത് കുർബാന പൂർണ്ണമാവോ? ഇല്ല, നമ്മള് പുറത്ത് നമ്മൾ കുർബാനയ്ക്കകത്ത് നിൽക്കേണ്ട സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഓരോ സ്ഥലവും നമ്മൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചറിലല്ല അത്. നമ്മൾ ഓരോ സ്ഥലവും ഇപ്പൊ ഹൈക്കല എന്ന് പറയുന്നത് ഭൂമിയുടെ അടയാളമായിട്ടാണ്. അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്, പ്രപഞ്ചത്തിന്റെ അടയാളമായിട്ട്. ആ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് വേണം, അല്ലാതെ അതിന്റെ പുറത്ത് നിൽക്കുന്നത് കൊണ്ട് അർത്ഥമില്ലാതായി. ഓരോ സ്ഥലത്തും നിൽക്കേണ്ട ആളുകളുണ്ട്. ഇപ്പൊ കെസ്ത്രോമ, അവിടെയാണ് ശുശ്രൂഷികൾ നിൽക്കേണ്ട സ്ഥലം. അല്ലാതെ നേരെ അൽത്താരിലേക്ക് ശുശ്രൂഷികൾ കയറാൻ പാടില്ല. അവർക്ക് നിൽക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് കെസ്ത്രോമയാണ്. ഈ ഗായക സംഘത്തിന് വേണ്ടിയിട്ട് കെസ്ത്രോമ എന്ന് പറയുന്ന ഏരിയ ഉണ്ടായിരിക്കണം. അതിന് ഓരോ സ്ഥലത്തിനും അർത്ഥമുണ്ട്. നമ്മൾ എവിടെങ്കിലും നിന്ന് ഇപ്പൊ നമ്മുടെ ചില ആൾക്കാർ കുർബാനയ്ക്ക് കൂടുന്നത് കൊടിമരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ്. അവിടെ അത് കുർബാനയുടെ ഭാഗമല്ല, ദൈവാലയത്തിന്റെ ഭാഗമല്ലത്. അതിനകത്തോട്ട് നമ്മൾ കയറി നിൽക്കണം, എങ്കിലേ ആ കുർബാന പൂർത്തിയായെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഒട്ടും സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി, അത് വേറെ കാര്യം. സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ പുറത്തിറങ്ങി നിന്നാൽ അതിൻ്റെ അകത്ത് അർത്ഥമില്ലാതായി പോകും. ഒരു ഡൗട്ട്, ഈ പെസഹ ഞായറാഴ്ച പ്രാർത്ഥന ആരാധന നടത്തുമ്പോ എന്തിനാണ് ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മോനെ, നമ്മുടെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ ഇടത്തോളം ശ്രദ്ധയില്ലാതെ അങ്ങോട്ട് തന്നെ നോക്കാനുള്ള ഒരു സാഹചര്യം എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. അച്ഛാ, ഈശ്വരിക്കട്ടെ. അച്ഛാ, കുർബാന ഈശോയുടെ ജനനം മുതൽ ഉയർപ്പ് വരെ എന്ന് അച്ഛൻ പറഞ്ഞു. ഈശോയുടെ ജനനത്തെ കുറിച്ചുള്ള പഴയ നിയമകാലത്തെ അറിയിപ്പ് മുതൽ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ അല്ലേ? ഈശോയുടെ സ്വർഗാരോഹണം വരെയുള്ള സംഭവമാണ് അവിടെ അനുസ്മരിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിന്റെ രീതികൾ പറയും, എവിടെ മുതൽ എന്തെല്ലാമാണ് ഓരോ സമയത്ത് അനുസ്മരിക്കുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. അവസാനം പറയുന്നുണ്ടല്ലോ, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അത് അന്ത്യവിധി എന്ന് പറഞ്ഞ ഈശോയുടെ വരവോടുകൂടിയല്ലേ? അതെ അതെ, അവിടെ കൊടുക്കുന്ന വാഗ്ദാനമാണത്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം കൊടുത്തത് സ്വർഗാരോഹണ സമയത്താണ്. നമ്മൾ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത് അവസാന വരവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നത്. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. പള്ളിപ്പൂതാശാകാലത്തിന്റെ അവസാനത്തിലും അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ അന്ത്യവിധിയെ കുറിച്ചുള്ള കാര്യമാണ്. അന്ത്യവിധിയെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ നിന്ന് പോകുന്നത്. അപ്പൊ അതും അതിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ഭാഗമല്ല. അല്ല, അത് നടന്നിട്ടില്ലാത്ത കാര്യമല്ലേ. നടന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് നമ്മൾ അന്ത്യവിധിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നത്. എന്തോ സമയം ഒത്തിരിയായി അല്ലേ? 9:45. നമ്മൾ അടുത്ത ക്ലാസ്സും വിശുദ്ധ കുർബാനയുടെ സ്ട്രക്ചറും ദൈവാലയത്തിന്റെ സ്ട്രക്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പം 9:45 നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. നമ്മൾ പറഞ്ഞ പറയുമേ, സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശുഭശേഷിയായിരിക്കട്ടെ. Thank you. Good night. Thank you, sir. Good night. Thank you. Perfect.
യൂക്കരിസ്റ്റിയ മീഡിയ മിഷനിലേക്ക് സ്വാഗതം. വിശ്വാസത്തിന്റെ പ്രകാശം പങ്കുവയ്ക്കുന്നു. ഞങ്ങളുടെ എതറിയൽ ഫിദസ് പരമ്പര പരിശോധിക്കുക. ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ മിഷനിൽ പങ്കാളികളാകൂ.